നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നുണ്ടോ? ദൈവം ഇസ്രായേൽ മക്കൾക്ക് മന്നയും കാടയും വർഷിപ്പിച്ചത് ഒരു കാറ്റിനകത്തൂടാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അടുപ്പിച്ച കാറ്റ്, ഈ കാടയെ, ആ കാറ്റാണ്. ഈ പക്ഷികൾക്കൊരു പ്രത്യേകതയുണ്ട്, അവർ പറക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് വിൻഡാണ്. ആ കാറ്റ് ഇതുങ്ങളെ പറത്തിക്കൊണ്ട് വന്ന്, ദൈവം അടുപ്പിച്ച കാറ്റ് കൊണ്ടുവന്ന് കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ കാടകളെ നിർത്തി. എങ്ങനെ നിർത്തിയെന്നറിയാവോ? 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ആ നിലയിലാണ് ദൈവം ആ കാറ്റ് സെറ്റ് ചെയ്ത്. ഈ കാറ്റ് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇതിന് രക്ഷപ്പെട്ട് പറന്നു പോകാൻ പറ്റുകയില്ല. ഈ കാറ്റ് ഏറ്റവും മേളിൽ അടിച്ചാൽ താഴെ കൂടി ഇതെല്ലാം പറന്ന് 4 വഴിക്ക് പോകും. ഈ കാറ്റ് ഇത്തിരി താഴെ ആയിപ്പോയാൽ ഇത് മേളിലൂടെ പറന്നു പോകും. കൃത്യമായി ആ കാറ്റ് കാടയെ സെറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് ചലിക്കാൻ പറ്റാത്ത രീതിയിൽ കൈകൊണ്ട് പിടിക്കത്തക്ക നിലയിൽ ആ കാറ്റിങ്ങനെ അടിച്ചു നിന്നു. ആ കാറ്റിങ്ങനെ അടിച്ചു നിന്നു. The wind of provision. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും വാരാവസാനം നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ കൃപാലുവായ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും അവിടുത്തെ വചനം ധ്യാനിപ്പാനും അവിടെ നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ അനുവദിച്ചു തോർത്ത് പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം ചിന്തിച്ച വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഇന്നും ചിന്തിച്ചു പോകേണ്ടത്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭൂതലത്തിലെങ്ങുമുള്ള ക്രൈസ്തവർ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ സ്മരിച്ചുകൊണ്ട് പലവിധമായ ശുശ്രൂഷകൾ കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരാഴ്ചയാണ്. ഇന്നലെ അവർ കഠിനമായ ദുഃഖത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ വീണ്ടും അടക്കി. അതായത് ഖബറടക്കം ഇന്നലെ നടത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ദുഃഖത്തിലിരിക്കുന്നു. നാളെ അർദ്ധരാത്രി കഴിയുമ്പോൾ കർത്താവിനെ ഉയർപ്പിക്കും. അങ്ങനെ ഈ ആണ്ടത്തെ വാരാഘോഷം കങ്കേമമാക്കി പര്യവസാനിപ്പിക്കും. തിങ്കളാഴ്ചത്തെയോ ചൊവ്വാഴ്ചത്തെയോ പത്രത്തിൽ വലിയ തലക്കെട്ടോടുകൂടി ഒരു ന്യൂസ് വരും. അതായത് ഈ ആണ്ടിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തത്, അതായത് സർക്കാർ ഖജനാവിലേക്ക് റവന്യൂ അടച്ച പട്ടണമോ ജില്ലയോ ദേശമോ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ന്യൂസും വരും. അതായത് നസ്രാണികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും, അങ്ങനെയുള്ള സ്ഥലം നിന്നായിരിക്കും അതൊക്കെ വരുന്നത്. അപ്പം ഇതിനോടൊക്കെ അനുബന്ധിച്ച് അനവധി കാര്യങ്ങൾ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിരുന്നു. ഈ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് സ്പെഷ്യലായിട്ട് വെച്ചാലോ അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ പ്രസൻറ്റ് ചെയ്താലോ എന്നൊക്കെ ഒരു ചിന്ത വന്നതാണ്. പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവവും ഇത്യാദി കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഇന്നും അങ്ങനെ സമകാലീനമായ വിഷയങ്ങളുണ്ട്, ഈ പറഞ്ഞ ടോപ്പിക്കുകളുണ്ട്, ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ പലതും പറയാനായിട്ട് ഉണ്ട് നമ്മുടെ മുമ്പിൽ. പക്ഷെ ഒന്നിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അല്പം പോലും സമയം കളയാതെ ഇന്ന് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സമൃദ്ധിയെക്കുറിച്ചും ഭൗതിക ഉയർച്ചയെക്കുറിച്ചൊക്കെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ പറയുന്നതും അല്ലെങ്കിൽ പ്രസംഗിക്കുന്നതുമായ കാര്യങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ്. 1-2 ആഴ്ച പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് തന്നെയുള്ള ഒരു യൗവനക്കാരനായ ശുശ്രൂഷകൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആളുകളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പുറത്ത് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ഗ്രൂപ്പിലെ വളരെ പോപ്പുലാരിറ്റിയുള്ള ഒരു മാന്യദേഹത്തിൻ്റെ പ്രസംഗത്തെ നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്യുകയായിരുന്നു. വേറൊരാളുടെ പ്രസംഗം നമ്മളെന്തിനാ നോക്കുന്നതെന്ന് വേണമെങ്കിലൊരു ചിന്ത ഉയർന്നു വരാം. പക്ഷെ അങ്ങനെയല്ല. ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷോപലക്ഷം ആളുകൾ ഇത്തരക്കാരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. അവർ രാമായണത്തിൽ നിന്നോ ഭഗവത്ഗീതയിൽ നിന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരക്ഷരം നമ്മൾ മിണ്ടില്ല, അവരുടെ വീഡിയോയും കാണിക്കില്ല, വിശകലനവും ഇല്ല, ഒരു പരിപാടിയില്ല. നമ്മൾ ജീവൻ്റെ ആധാരം എന്ന നിലയിൽ കരുതുന്ന വിശുദ്ധ തിരുവഴുത്തിനെ ആസ്പദമാക്കിയാണ് അവരും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർ യേശുക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുന്നു, വിശുദ്ധ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയുന്നു. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ റോങ് ആയ കാര്യങ്ങളാണ്, തികച്ചും റോങ് ആയ കാര്യങ്ങളാണ്.
അപ്പോൾ ആ കാര്യങ്ങളെയൊക്കെ കേൾക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവർ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറയും നല്ല ദൈവദാസനാണ്, പുള്ളി ഒന്നും മിണ്ടുന്നില്ല, ഒരു വായിൽ കോലിട്ട് കുത്തിയാൽ പോലും മിണ്ടില്ലെന്നൊക്കെ ഒരു മലയാളത്തിലൊരു പദപ്രയോഗം ഉണ്ടല്ലോ. അങ്ങനെ ഭയങ്കര മൗനിയായിട്ടിരിക്കുന്ന പാസ്റ്ററാണ്, അതുകൊണ്ട് പുള്ളി യോഗ്യനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കളയും. പക്ഷെ അങ്ങ് ചെല്ലുമ്പോഴുണ്ടല്ലോ, നിനക്ക് ഇത്രയും ബോധ്യങ്ങളും കാര്യങ്ങളും തന്നിട്ട് എൻ്റെ ജനത്തെ ബുദ്ധി ഉപദേശിക്കാത്തത് എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ മൗനിയായിട്ടിരിക്കുന്നതായിരുന്നു എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒക്കുവോ? നിൻ്റെ ശബ്ദം എന്തുകൊണ്ട് കാഹളനാദം പോലെ മുഴക്കിയില്ല? നിൻ്റെ സ്വരം എന്തുകൊണ്ട് മരുഭൂമിയിലെ ഒരു ആർത്തനാദം എന്ന നിലയിൽ മുഴങ്ങിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ എണ്ണ അമ്മ ഒക്കെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും ഇട വരണ്ടല്ലോ എന്നോർത്തിട്ടാണ്, അതായത് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കുക എന്നുള്ളത് കൊണ്ടും ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ടും തൻ്റെ ജനത്തിന് ബുദ്ധി ഉപദേശിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പ്രസംഗിച്ച കാര്യങ്ങളെ അതിൻ്റെ ഉത്തരം അങ്ങനെയല്ല. ഒരു പുതിയ നിയമ സഭയിലെ ശുശ്രൂഷകൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അബ്രഹാമിൻ്റെ വീട്ടിൽ ആടുമാട് നാൽക്കാലികൾ ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിന് വെള്ളിക്കട്ടിയും തങ്കക്കട്ടിയും ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഡയമണ്ടും കാണും. അതൊന്നും ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല. അവനെ അതൊന്നും മോഹിപ്പിക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനിയെ അതൊന്നും മോഹിപ്പിക്കുന്നില്ല. കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിച്ച് ദൈവോദ്ദേശത്തിന് വേണ്ടി യാത്ര തിരിച്ചിരിക്കുന്ന, അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ അന്യനും പരദേശിയും എന്ന നിലയിൽ ജീവിക്കുന്ന ഒരുവനെ ഇതൊന്നും സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മളൊരു തിരുത്തം എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓർക്കണം, ഈ 3-4 ആഴ്ചത്തെ മെസ്സേജുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ടൈറ്റിൽ എന്ന് പറയുന്നത് വഞ്ചകരെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പല പല ആഴ്ചകൾ ധ്യാനിച്ചൊരു വിഷയമാണ് ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും. വഞ്ചകരെ തിരിച്ചറിയുക, ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വകഭേദമാണ് വഞ്ചകരെ തിരിച്ചറിയുക എന്നുള്ളത്. തിരിച്ചറിഞ്ഞില്ലെങ്കിലോ വഞ്ചകരുടെ കൂടെ നാം ചായ കുടിക്കാൻ പോകും. ഈ വഞ്ചകരെന്ന് പറയുന്നത് അവരെല്ലാം നമ്മുടെ ഇടയിലുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റും അതൊക്കെയുണ്ട്. യൂദായുടെ പുസ്തകത്തിൽ അതിൻ്റെ ഒരധ്യായമാണല്ലോ ഉള്ളത്. 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത്തരക്കാർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകളാണ്, നിങ്ങളോടുകൂടെ വിരുന്ന് കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് മാത്രമേ കാര്യങ്ങളെ തിരിച്ചറിയുള്ളൂ. അല്ലെങ്കിൽ ഓർക്കണം, സാത്താൻ എപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നത് വാക്കുകളിലൂടെയാണ്. അതിന് ഞാൻ 1-2 കാര്യം നിങ്ങളെ സൂചിപ്പിക്കാം. 2 പത്രോസ് 3:17 നമ്മൾ വായിക്കുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. വീഴാനുള്ള സാധ്യതയെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. വീഴാനുള്ള സാധ്യത, വീഴാതിരിക്കാൻ വേണ്ടിയാണ് മുമ്പ് കൂട്ടി പല കാര്യങ്ങളും ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നേരിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. പിന്നത്തേത് ലേഖനത്തിലൂടെ അവരെ പല കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. പത്രോസ് മാത്രമല്ല, കർത്താവിൻ്റെ അഭിഷിക്തൻ പൗലോസും ഈ വക കാര്യങ്ങളൊക്കെ അവരെ അറിയിച്ചിട്ടുണ്ട്. ആസിയയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ഒക്കെ ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാരെയും ഈ വക കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പം മുമ്പ് കൂട്ടി പല കാര്യങ്ങളും ഇവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കെ പിന്നെയും പറയാണ്, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇവിടെ ദൈവസഭയ്ക്ക് അപ്പോസ്തലൻ മുന്നറിയിപ്പ് കൊടുക്കുന്നത് വചനത്തിലൂടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. വാമൊഴിയായും കത്തുമുഖേനയും ഒക്കെ അവർക്ക് ബോധ്യങ്ങളെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ? വഞ്ചനകൾ അതേ രീതി തന്നെയാണ് കടന്നു വരുന്നത്, അതേ രീതിയിൽ കടന്നു വരും. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്നുള്ളതാണ് പറയുന്നത്. ഈ 2 പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ നേരെ ചാടി വരുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്കാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം ആദമിനോടും ഹവ്വയോടും പറഞ്ഞിട്ടുണ്ട്, തോട്ടത്തിൻ്റെ നടുവിൽ ഈ നിൽക്കുന്ന വൃക്ഷഫലം തിന്നാൽ മരിക്കും നിശ്ചയം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൽ വളരെ കൗശലത്തോടുകൂടി സാത്താൻ പാമ്പിൽ കയറുകയും പാമ്പിലൂടെ ഹവ്വയോട് സംസാരിക്കുന്ന കാര്യമാണ്.
എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സാത്താനും ഹൗവയുമായിട്ടുള്ള കോൺവെർസേഷൻ അങ്ങനെ നടന്ന് താഴേക്ക് വരുമ്പോൾ സാത്താൻ പറയുന്ന കാര്യമുണ്ട്. പാമ്പ് സ്ത്രീയോട്, അതായത് 4-ാം വാക്യം മുതൽ, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അതായത് ഹൗവയുടെ ഉള്ളിൽ മോഹം ജനിപ്പിച്ച് ഹൗവയുടെ ഉള്ളിൽ പാപം കയറി അതിനുള്ള എല്ലാ പരിപാടിയും പുള്ളി ഒപ്പിച്ചു. അതെങ്ങനെ ഒപ്പിച്ചത്? വാക്കുകൾ കൊണ്ടാണ്. മോഹിപ്പിച്ച് ഹൗവയെ വീഴ്ത്തിക്കളഞ്ഞു. ആ കാര്യത്തെക്കുറിച്ച് എവിടെയെല്ലാം എഴുതിയിരിക്കുന്നത്? പുതിയ നിയമത്തിൽ പലയിടത്തും എഴുതിയിട്ടുണ്ടല്ലോ. വിശേഷാൽ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചെന്നല്ലേ വായിക്കുന്നത്? അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്? അങ്ങനെ ഹൗവയെ ഉപായത്തിൽ ചതിച്ച ആ സാത്താൻ, പുള്ളി പെൻഷൻ പറ്റിപ്പോയിട്ടില്ല. അന്ന് പാമ്പിലൂടെയാണ് സാത്താൻ വന്നതെങ്കിൽ നോക്കണം, ആദ്യ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ ആദമിനെ ഹൗവയെ എടുക്കും. ആ ആദമിനെ ഹൗവയെയും പരിശോധനയിൽ, അതായത് സാത്താൻ പരിശോധനയിൽ വീഴ്ത്തിക്കളഞ്ഞെന്ന് നമ്മൾ പറയും. പക്ഷെ അതിന് മുമ്പ് സാത്താൻ വീഴ്ത്തിക്കളഞ്ഞത് പാമ്പിനെയാണ്. പാമ്പിനെ വീഴ്ത്തിക്കളഞ്ഞു, പാമ്പിനെ കീഴടക്കി, പാമ്പിൻ്റെ മേലെ സ്വാധീനം ഇട്ടു, പാമ്പിലൂടെ കടന്നു വന്നിട്ടാണ് സംസാരിച്ചത്. ആ സാത്താൻ ഇന്നും തന്ത്രശാലിയാണ്, കൗശലക്കാരനാണ്, ഉപായം പ്രയോഗിക്കും. സാത്താനെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ടല്ലോ. സുവിശേഷങ്ങളിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് എന്താ? അവൻ പരിശോധകൻ എന്ന നിലയിൽ കർത്താവിനെ പരിശോധനയിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ പുതിയ നിയമത്തിൽ എമ്പാടും നമ്മൾ പഠിക്കുമ്പോൾ സാത്താൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവൻ പരീക്ഷകൻ എന്ന നിലയിൽ വരും, പരിശോധകൻ എന്ന നിലയിൽ വരും. ഈ വക കാര്യങ്ങൾക്കൊക്കെ അവന് ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുകയാണ്. അത് അവൻ്റെ ഡ്യൂട്ടിയാണ്, അവൻ ചെയ്യും, കൃത്യമായിട്ട് അവൻ ചെയ്യും. കൗശലത്തോട് വരേണ്ട സമയത്ത് അവൻ അങ്ങനെ തന്നെ വരും, തെറ്റിക്കേണ്ട സമയത്ത് തെറ്റിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഉപായം പ്രയോഗിക്കുന്നിടത്ത് ഉപായം പ്രയോഗിക്കും. അതിൽ ദൈവമക്കൾ വീണു പോകാതിരിക്കണമെങ്കിൽ അവർ മുമ്പ് കൂട്ടി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളെന്തിനാണ് ഇതൊക്കെ തുറന്നു വെച്ച് ഈ സംവിധാനത്തിൽ ഇങ്ങനെ പല രാജ്യത്ത് പല സമയത്താണ് ഒരുമിച്ചിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? മുമ്പ് കൂട്ടി പല കാര്യങ്ങളും അറിയാനുണ്ട്. പിന്നാലെ മറ്റേ പുള്ളിക്കാരൻ വരും, പല രീതിയിലായിരിക്കും വരുന്നത്. അന്ന് പാമ്പിലൂടെ വന്നാണ് ഹൗവയെ വീഴ്ത്തിക്കളഞ്ഞതെങ്കിൽ ഇന്ന് സഭയാം തോട്ടത്തിൽ പാമ്പിലൂടെ വരണമെന്നില്ലല്ലോ, മനുഷ്യരിലൂടെ വരാമല്ലോ. പല മനുഷ്യരെയും അവൻ സ്വാധീനിക്കും. ആ മനുഷ്യരിലൂടെ കടന്നു വന്ന് ജനത്തോട് സംസാരിക്കും. വാക്കുകൾ കൊണ്ടായിരിക്കും സ്വാധീനിക്കുന്നത്. മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇടുന്നത് എങ്ങനെയാണ്? അവൻ വാക്കുകൾ കൊണ്ട്, വലിയ കൗശലക്കാരനല്ലേ, നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും നിക്ഷേപിക്കും. അപ്പോൾ അതിനെയൊക്കെ മറികടക്കണമെങ്കിൽ വലിയ ദൈവകൃപ ആവശ്യമാണ്, ആത്മശക്തി ആവശ്യമാണ്, വചന നിശ്ചയം ആവശ്യമാണ്, അങ്ങനെ പലതും ആവശ്യമാണ്. ദൈവ വിഷയത്തിൽ സമ്പന്നരായിരിക്കണം. അല്ലാതെ ഇവിടുത്തെ ചവറെല്ലാം ചാക്കിനകത്ത് നിറച്ച് പാണ്ഡികശാലയിൽ നിറച്ച് വെച്ചിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ നമ്മളെ കുഴിയിലിറക്കിക്കളയും. അങ്ങനെ ഇറങ്ങാതിരിക്കണമെങ്കിൽ ദൈവ വിഷയത്തിൽ സമ്പന്നരായിരിക്കണം. അതിനാണ് ഈ നാളുകളിൽ നമ്മൾ ഉത്സാഹിക്കുന്നത്. ഓരോരുത്തരും തലയെടുപ്പുള്ളവരായിരിക്കേണ്ടതിനു വേണ്ടിയാണ് ആഴത്തിലുള്ള പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കുന്നത്. എനിവേ, ഈ 3-ാം അധ്യായത്തിലെ കാര്യം പറഞ്ഞത് മനസ്സിലായല്ലോ. കൗശല വാക്കുകളാൽ നമ്മളെ വീഴ്ത്തിക്കളയാൻ സാധ്യതയുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, അതും കൂടെ വായിച്ചിട്ട് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇതെല്ലാം ഞാൻ മുഖവുരയിൽ ഒരു സൂചന എന്ന വണ്ണം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. കുറേ വാക്യങ്ങൾ വായിച്ചല്ലോ. കാതലായൊരു വാക്യമാണ് 2 പത്രോസ് 3:17 വാക്യം. അത് കഴിഞ്ഞ് നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ വാക്യമാണ്. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. അവിടെ കാണുന്നത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ നിങ്ങളുടെ സ്മരണയിലേക്ക് വരട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളും കർത്താവ് വരാൻ താമസിച്ചാൽ വരും ദിവസങ്ങളിൽ പറയാൻ പോകുന്ന കാര്യങ്ങളും അതിൻ്റെ എല്ലാം മുഖവുരയിൽ ഈ വാക്യം കിടക്കട്ടെ. അതായത്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, സാക്ഷാൽ ആകുന്നത് പോലെ നിങ്ങൾ ആ ദൈവവചനത്തെ കൈക്കൊണ്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല, അല്ലെങ്കിൽ ജഡജ്ഞാനത്തിലല്ല ഞങ്ങൾ കൊരിന്തിൽ വന്ന് സംസാരിച്ചത്. ലോകത്തിൻ്റെ ജ്ഞാനങ്ങളല്ല, അല്ലെങ്കിൽ ബുദ്ധിയുടെ വൈഭവമോ അങ്ങനത്തെ പാണ്ഡിത്യങ്ങളൊന്നും വിളമ്പാനല്ല വന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഞങ്ങളിവിടെ പ്രസംഗിച്ചത്. ക്രൂശിൻ്റെ വചനങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിച്ച്, ക്രൂശിൻ്റെ ഉപദേശങ്ങളാണ്, ദൈവരാജ്യ സംബന്ധിയായ കാര്യങ്ങളാണ് വ്യക്തവും കൃത്യവുമായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തെസ്സലോനിക്കരെ, നിങ്ങൾ കൈക്കൊണ്ട വചനം
അത് സാക്ഷാൽ ദൈവത്തിൻ്റെ വചനമാണ്. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാലാണ് ഞങ്ങൾ നിങ്ങളോട് ഈ സത്യവചനം ഘോഷിച്ചത്. അതേസമയം തന്നെ ചിലരെല്ലാം അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട് മനുഷ്യൻ്റെ വചനമായിട്ട്. മനുഷ്യൻ്റെ വചനം പ്രസംഗിക്കുന്ന എവിടെ നിന്നാണ്? വിശുദ്ധ തിരുവെഴുത്തുകളെ മുൻനിർത്തിക്കൊണ്ടാണ് അന്നത്തെ കാലത്ത് പ്രസംഗിച്ചത്. ഇന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 66 പുസ്തകത്തെയോ ഇനി അതല്ലെങ്കിൽ POC ബൈബിളോ ഏതും ആകട്ടെ, ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ആളുകൾ ദൈവരാജ്യ സംബന്ധിയായ കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് ഉത്സാഹിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ മറ്റുള്ളവരും വിശകലനം ചെയ്യും. കാരണം ഈ പറയുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ പബ്ലിക്കിലേക്ക് വന്നിരിക്കുന്നു. പബ്ലിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിശകലനം ചെയ്യും. ഇപ്പം നമ്മളും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ യൂട്യൂബിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം പബ്ലിക്കിലേക്കാണ് വരുന്നത്. പബ്ലിക് ഡൊമൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തുറന്നു കിടക്കുകയാണ്. ആർക്കും അത് കേൾക്കാം, വിശകലനം ചെയ്യാം, വിമർശിക്കാം, എല്ലാം ചെയ്യാം. വിമർശനങ്ങൾക്കൊരു നിലവാരമില്ലെന്ന് കാണുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിലൊക്കെ വന്ന് പലരുമൊക്കെ പറയുമ്പോൾ ചിലത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അല്ലാതെ എത്രയോ വിമർശനങ്ങൾ നമ്മളെ വ്യക്തിപരമായൊക്കെ ആളുകൾ വിമർശിച്ചിട്ടുണ്ട്, ആശയങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊന്നും നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. മറ്റ് മനുഷ്യർക്ക് വിയോജിപ്പുകൾ രേഖപ്പെടുത്താനായിട്ടുള്ള അവസരമുണ്ട്. അതേസമയം നിലവാരം വേണം. നിലവാരമില്ലാതെ വന്നു കഴിഞ്ഞാലാണ് നമ്മളതെടുത്ത് ഡസ്റ്റ്ബിന്നിലിടുന്നത്. അത്രയും ഓർക്കുക. അപ്പോൾ ഈ വായിച്ച വാക്യം നിങ്ങളുടെ മുൻപിലിരിക്കട്ടെ. സഹോദരങ്ങളെ, തുടർന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും സംഖ്യാപുസ്തകത്തിൽ നിന്നും ഒരു വിഷയം ധ്യാനിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ മലയാളക്കരയിലെ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് പ്രസിദ്ധനായ ഒരു ശുശ്രൂഷകൻ, അദ്ദേഹം ന്യൂ ജനറേഷൻ പെന്റിക്കോസ് ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, ആ പ്രസംഗം അവർ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ പ്രസംഗം ആ ദേശക്കാർ, അദ്ദേഹത്തിൻ്റെ ദേശക്കാരായ ചിലർ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു. ഈ വിഷയത്തെക്കുറിച്ച് 2008-ലോ 2009-ലോ അങ്ങനെ ഏതൊരു പീരീഡിൽ ഞാനൊരു പ്രസംഗം പ്രസംഗിച്ചിരുന്നു. അപ്പോൾ ആ പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നീട് ആ ടോപ്പിക്ക് ഇതുവരെ സംസാരിച്ചിട്ടില്ല അങ്ങനെ വിശദമായ നിലയിൽ. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത മുളപൊട്ടി വന്നു. യെസ്, ഈ കാര്യം നമ്മുടെ കൂട്ടു സഹോദരങ്ങളുമായിട്ടൊന്ന് ചിന്തിക്കാം, ഒരുമിച്ച് ധ്യാനിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പലരോടുമായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഈ ഇന്ന് വരുമ്പോൾ പുറപ്പാട് ദിവസം 16-ാം അധ്യായവും പിന്നീട് സംഖ്യാപുസ്തകം 11-ഉം 20-ഉം ഈ പറഞ്ഞ അധ്യായങ്ങളൊക്കെ വായിച്ചുകൊണ്ട് വരണം. അങ്ങനെ നമുക്ക് കാര്യങ്ങളെ ഒരുമിച്ച് ധ്യാനിക്കാമെന്ന്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. സാധാരണ പലരുടെയും പ്രസംഗങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ വീഡിയോസ് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യും. അതിലെന്തെങ്കിലും നേരം പോക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കും, അതങ്ങനെ വൈറലാക്കും. അങ്ങനെയൊക്കെയുള്ള പരിപാടി പൊതുവിൽ നമ്മൾ കാണുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ആരുടെയെങ്കിലും വീഡിയോ വൈറലാക്കുക എന്നൊക്കെയുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മളത് കാണിക്കുന്നത്, അതിൽ പറയുന്ന ആശയങ്ങളെ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങളെ വിശകലനം ചെയ്യും, അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കും. സഹോദരങ്ങളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ കേട്ടത് ഇസ്രായേൽ ജനത്തിന് കാടയെ കൊടുത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ്. അതായത് അവരുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് കാട അവരുടെ മുമ്പാകെ പറന്നു നിന്നു. ആ പറന്നു നിന്ന കാടയെ അവർ പിടിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പ്രസംഗൻ വളരെ ഊന്നൽ കൊടുത്താണ് ആ കാര്യങ്ങളെ പറയുന്നത്. ഈ വീഡിയോ നമ്മൾ എവിടെന്നെങ്കിലും കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നതല്ല കേട്ടോ. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അത് ആരോ നമുക്ക് അയച്ചു തന്നതാണ്. അങ്ങനെ ആ വീഡിയോ കേട്ടപ്പോൾ ഈ പറയപ്പെട്ട കാര്യത്തിൻ്റെ ശരിയായൊരു വിശകലനം പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ കൊണ്ടുവരണമെന്നൊരു ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാനായിട്ട് ഉത്സാഹിച്ചത്. അപ്പോൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യം കടന്നു വരുന്നത് പുറപ്പാട് ദിവസം 16-ാം അധ്യായത്തിലാണ്. അപ്പോൾ അങ്ങനെ 16-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെ ഈ എലീമിലെത്തുകയാണ്. അങ്ങനെ അവർ എലീമിലെത്തി. എലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. ആ സീൻ മരുഭൂമി വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ ഈ മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്തു. 16-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അവരുടെ പിറുപിറുപ്പാണ്. പിറുപിറുപ്പിനൊരു കാരണമുണ്ട്. കാരണം എന്താ? ഇസ്രായേൽ മക്കൾ മോശയോടും അഹ്റോനോടും പറയുകയാണ്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു എന്ന്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ആളുകൾ പറയുന്ന കാര്യമാണ്. ഇതൊക്കെ കാണാതെ നേരത്തെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പദപ്രയോഗം കേട്ടിട്ടില്ലേ? അതുപോലെ ഇവർ പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം 15-ാം തീയതി കഴിഞ്ഞിട്ടുള്ളൂ.
അപ്പോൾ തന്നെ ഇവർ പറയാണ്, ഇതിലൊക്കെ എത്രയോ ഭേദമാണ് മിസ്രൈമിൽ കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു, അവിടെയാണ് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കിലൊക്കെ ഇരുന്നിട്ടുള്ളത്, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത്, നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് മോശയോട് ഇസ്രായേൽ ജനം പറയുന്നത്, താങ്കൾ പ്രോസ്പെറിറ്റി തിയോളജിക്ക് പകരം പോവർട്ടി തിയോളജിയാണ് പറയുന്നത്. മിസ്റ്റർ മോശ, താങ്കളുടെ കയ്യിലുള്ളത് എന്ത് ഗോസ്പലാണ്? പോവർട്ടി ഗോസ്പലാണോ? മോശയോട് പറയുക. വലിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടു വന്ന ആൾക്കാരാ. 10 ബാധകൾ, അതിൻ്റെ ഒടുക്കം സംഹാരകൻ, അങ്ങനെ പെസഹായും ചോരത്തളി ആചരിച്ച് മുൻപോട്ട് മാർച്ച് ചെയ്തു വന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസമ്പത്തിലുമാണ് വന്നിരിക്കുന്നത്. വലിയവനായ ദൈവം തൻ്റെ വലങ്കരം മോശയുടെ കരത്തോട് ചേർത്ത് വെച്ച് ചെങ്കടൽ മുറിച്ച് വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തൂടെ അവരെ മറുകര കൊണ്ടുവന്നു. എന്തായിരുന്നു പാട്ടും പരിപാടിയൊക്കെ! ഭയങ്കര ആരാധനയായിരുന്നു. പ്രൈസ് ആൻഡ് വർഷിപ്പ്. മിരിയാമിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ തപ്പൊക്കെ എടുത്ത് കൊട്ടി അങ്ങനെ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 2 ചുവട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് മാറയിലെത്തുന്നത്. അവിടെ വെള്ളമില്ലാതെ വന്നപ്പോൾ അവരവരുടെ തനിനിറം കാണിച്ചു. മൂന്നാം ദിനം 2 ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു. 3-ാം ദിനം തനിനിറം കാണിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ മുൻപോട്ട് പോയപ്പോൾ അവർക്ക് വേണ്ടുന്ന കരുതലുകളൊക്കെ കൊടുത്തു. റഫീദീമിലേക്ക് വരികയാണല്ലോ. റഫീദീമി വന്നപ്പോൾ വെള്ളത്തിൻ്റെ വിഷയത്തിൽ അവർക്കൊരു ബഹളം ഉണ്ടായിരുന്നു. അതിന് വെള്ളം കൊടുത്തു. അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും അവിടെ ഈന്തപ്പനയുണ്ടായിരുന്നു, പിന്നീട് കിണറുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. അതൊക്കെ കഴിഞ്ഞ് പിന്നത്തേതിലാണ് അവർ ദൈവസന്നിധിയിൽ ഇങ്ങനെ പിറുപിറുക്കുന്നത്. അല്ല, ഇതൊരു പിറുപിറുപ്പല്ലേ? അത് കഴിഞ്ഞിട്ടാണ് അവർ ദൈവസന്നിധിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണർത്തിക്കുന്നത്. പിന്നീട് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിക്കും, ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. ഈ 4-ാം വാക്യത്തിൽ സീരിയസ് ആയ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഓപ്പണായിട്ട് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്. അതായത്, ഞാൻ മന്ന വർഷിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ അപ്പം വർഷിപ്പിക്കും, ഉയരത്തിൽ നിന്ന് ഞാൻ അപ്പം വർഷിപ്പിക്കും. അപ്പോൾ തന്നെ ഈ ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അത്ര തന്നെ. അതായത് ഈ അപ്പം വർഷിപ്പിച്ചു കഴിയുമ്പോൾ ഓരോരുത്തർ എങ്ങനെ പെറുക്കണം, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ദൈവം ഒരു നിഷ്കർഷ വെച്ചു. അവർ ഓരോരുത്തരും ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് പെറുക്കിക്കൊള്ളണം. അതാത് ദിവസത്തേക്കുള്ള കാര്യങ്ങളെ പെറുക്കണം. അതിൽ കൂടുതൽ പെറുക്കരുത്. കൂടുതൽ പെറുക്കി കഴിഞ്ഞാൽ അത് ക്രമിച്ചു പോകും. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. എത്ര പെറുക്കിയാലും ഇത്രയേ വരുള്ളൂ. അതിനകത്ത് കൂടുതലൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. കുറച്ച് പെറുക്കിയാലും കൂടുതൽ പെറുക്കിയാലും ആ പാത്രത്തിൽ അത് ഫുള്ളായിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ പെറുക്കുന്ന അതാത് ദിവസം ഭക്ഷിച്ച് അവസാനിപ്പിക്കണം. അത് നാളത്തേക്ക് വെക്കരുത്. നാളെ വേറെ വീണ്ടും പൊഴിയും. ആ പൊഴിയുന്നത് വീണ്ടും എടുത്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ചില ബിരുദന്മാരെന്ത് ചെയ്തു, അത് പിറ്റേ ദിവസത്തേക്ക് സൂക്ഷിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വായിക്കുന്നുണ്ട്. ആട്ടെ, ഞാൻ ഈ 4-ാം വാക്യത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന്. അപ്പോൾ ദൈവം നേരിട്ട് ഇസ്രായേൽ ജനത്തെ പരീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ പരിശോധിക്കുകയാണ്. ഈ 16-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ന്യായപ്രമാണം കൊടുക്കുന്നത് മുന്നോട്ട് വന്നതിന് ശേഷമാണ്. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ന്യായപ്രമാണം കൊടുക്കുന്ന കാഴ്ച കാണുന്നത്. അത് മോശയോട് ദൈവം അഡ്വാൻസ് ചെയ്ത് പറയുന്നതാണിത്. ഈ കാര്യം ഇപ്പോൾ ആരോടാ പറയുന്നത്? മോശയോടാണ് പറയുന്നത്, പബ്ലിക്കിനോടല്ല പറയുന്നത്. പറഞ്ഞ രീതിയിൽ അവർ കാര്യങ്ങളെ ചെയ്യുമോ, അവർക്ക് അനുസരണയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പരീക്ഷിക്കുമെന്നാണ് വലിയവനായ ദൈവം പറയുന്നത്. അതെല്ലാം പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അതായത് ഇസ്രായേൽ ജനം മോശയോടും അഹ്റോനോടും പിറുപിറുത്തതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ യഹോവയായ ദൈവം കേട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് യഹോവ ആരെന്നുള്ളതൊക്കെ നിങ്ങൾ ഇന്ന് സന്ധിക്ക് അറിയും, ദൈവം തൻ്റെ പ്രവൃത്തി അയക്കും. ആ കാര്യങ്ങളാണ് പറയുന്നത്. 4-ാം വാക്യത്തിലൂടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ഇസ്രായേൽ ജനത്തെ വലിയവനായ ദൈവം താഴ്ത്തി പരിശോധിക്കുമെന്നുള്ളൊരു കാര്യമാണ്. അവരെ പരീക്ഷിക്കും. അതായത് മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ വഴിയായി വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഈ ജനത്തെ വലിയവനായ ദൈവം യാത്രാമധ്യേ പരീക്ഷിക്കാനായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ, ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് വിടുവിച്ച്
തൻ്റെ വാഗ്ദത്ത നിവൃത്തീകരണത്തിന് വേണ്ടി, അതായത് വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ ഓഹരിക്കാരാകാൻ വിളിക്കപ്പെട്ടവരായ നമ്മെ താഴ്ത്തി പരിശോധിക്കുകയോ ഇല്ലയോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ വായിച്ച വേദഭാഗം നിങ്ങൾ കേട്ടല്ലോ, ചെവി തുറന്ന് എല്ലാവരും കേട്ട് കാണും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന്. ദൈവം ഇസ്രായേലിനെ പരീക്ഷിച്ചെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരെ പരീക്ഷിച്ചത്? മിസ്രൈമിലെ ചന്തയിൽ നിന്നൊരു ആടിനെ മേടിച്ച് ആബീബ് മാസം 14-ാം തീയതി അതിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിലയുടെ നെടുമ്പടിമേലും കുറുമ്പടിമേലും പുരട്ടി ആടിൻ്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട് പുറപ്പെട്ടു വന്ന ഒരു ജനമാണിവർ. ഇവരുടെ വീണ്ടെടുപ്പും വിടുതലും പുറപ്പാടും ഒക്കെ എങ്ങനെയാണ്? ആടിൻ്റെ രക്തത്തിൻ്റെ മറവിലാണ്. അതേസമയം നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോഴോ, കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് വിടുവിക്കപ്പെട്ട് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി യാത്ര തിരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. ആ നമ്മെ എത്രയധികം പരിശോധിക്കും. അപ്പം നമ്മെ പരിശോധിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചുറ്റും ആകാത്ത വേലക്കാരെ ദൈവം അനുവദിക്കുന്നത്. ആകാത്ത വേലക്കാരെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കും. ഭോഷ്കിൻ്റെ ആത്മാവിനെ അനുവദിക്കും. അത്തരക്കാരായ ചോക്ലേറ്റ് ഉപദേശിമാരൊക്കെ വന്ന് വശ്യമായ വാക്കുകളാൽ അവർ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന വ്യാജേനെ നമുക്ക് വേണ്ടി നമ്മളോടുള്ള അവരുടെ കൺസേൺ വളരെ വലുതാണെന്ന് കാണിക്കാൻ പാകത്തിന്, നിങ്ങൾ ഇറച്ചി തിന്നിട്ടില്ല അല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് യഹോവയായ ദൈവം കാടയെ പറപ്പിച്ചു നിർത്തും. അങ്ങനെ പറപ്പിച്ചു നിർത്തുന്ന കാടയെ പിടിച്ച് നിങ്ങൾ കാടയെ പിന്നെ നിങ്ങളിങ്ങനെ ചുറ്റും കാടയെ നിങ്ങളിങ്ങനെ ചിക്കി അതിനെ പിന്നെ എന്താ ഇവിടം കൊണ്ട് തീരാതെ അങ്ങ് സ്വിസ് ബാങ്കിൽ വരെ കൊണ്ടുപോയി നിങ്ങൾ ചിക്കു എന്നൊക്കെ ഇവർ പറയുമ്പോൾ നമ്മളത് കേട്ട് കോൾമയിൽ കൊള്ളും. നിങ്ങളിൽ പലരും കോൾമയിൽ കൊള്ളില്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും മലയാളി പെന്തിക്കോസിനെ മൊത്തത്തിൽ അഡ്രസ്സ് ചെയ്ത് നമ്മൾ പറയുകയാണ്, കോൾമയിൽ കൊള്ളുന്ന ധാരാളം പേരുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അവർ ഇങ്ങനെ കാണിക്കും, പ്രൈസ് അലോഡ് ഗ്ലോറി ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ഉപദേശി കൊച്ചൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ഉദ്ദേശി ഉണ്ടല്ലോ. എത്ര ആർദ്രമായ വാക്കുകൾ, ഇമ്പകരമായ വാക്കുകൾ, കർണരസമാകുമാറുള്ള വാക്കുകൾ, അത് നമ്മളെ പ്രതി മാത്രം പറഞ്ഞതാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മളങ്ങ് ചിലപ്പോൾ തെറ്റിപ്പോകും. തോട്ടത്തിൽ വന്ന അതേ പുള്ളി തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നുള്ളത് തുടർന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ ഞാനൊരു സൂചന നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അതായത് ഇസ്രായേലിന് കനാൻ എന്ന വാഗ്ദത്ത ഭൂമി കാണിച്ചുകൊണ്ട് ആ വാഗ്ദത്ത ദേശത്തേക്ക് നടത്തുമ്പോൾ, അല്ലെങ്കിൽ അത് എത്ര സ്ക്വയർ കിലോമീറ്റർ ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഇവരെ ഇത്രയധികം താഴ്ത്തി പരിശോധിച്ചെങ്കിൽ നമ്മുടെ കാര്യത്തിൽ എത്രയധികം ഉണ്ടാകും. ചുറ്റോട് ചുറ്റും ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ അടിക്കും. ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ അടിക്കും. നിങ്ങൾ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെ വായിച്ചിട്ടുള്ളവരല്ലേ? അവിടെ ഭോഷ്കിൻ്റെ ആത്മാവിനെ അനുവദിക്കും. സുവിശേഷത്തെ അഥവാ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്ത ആളുകൾക്കെല്ലാം, പൗലോസ് ഗലാത്യ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന പോലെ, ഈ പറയപ്പെട്ട സുവിശേഷത്തിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ആര് വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ എഴുതപ്പെട്ട പ്രമാണത്തിനും അപ്പോസ്തലന്മാർ നമുക്ക് തുറന്നു തന്നതായ നടപടിക്രമങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും ബദലായി അതിനെ മറികടന്നുകൊണ്ട് ആര് വന്ന് പറഞ്ഞാലും അവൻ വാതിലിലൂടെ വന്നവനല്ല എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ദൈവമക്കൾ പ്രാപിക്കണം. അങ്ങനെ വരുന്നവൻ എത്ര ചോക്ലേറ്റ് കുട്ടപ്പനാണെന്ന് പറഞ്ഞാലും അവൻ നമ്മെ വലിച്ചുകൊണ്ട് പോകുന്നത് അങ്ങോട്ടായിരിക്കും, അല്ലാതെ വേറൊരു സ്ഥലത്തേക്കും പോകില്ല. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം എന്ന വാഗ്ദത്തമാണ്. ആ ദൈവരാജ്യത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യജീവനാണ്. പുത്രനെ സ്വീകരിച്ച വഴി നമുക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കുകയാണ്. പുത്രനുള്ളവന് നിത്യജീവൻ ഉണ്ടെന്നുള്ളതാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതാണ് വാഗ്ദത്തം. നാം വന്നിരിക്കുന്ന ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവം ഉറ്റുനോക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് കൊണ്ടുവന്നു, തൻ്റെ വചനം കേൾപ്പിച്ച് നമ്മളെ വിശ്വാസ സ്നാനത്തിന് നടത്തി. അങ്ങനെ വിശ്വാസ സ്നാനത്താൽ നാം ക്രിസ്തുവിനോട് ചേരുവാൻ ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച നമ്മൾ തൻ്റെ പ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് സ്വർഗത്തിലെ ദൈവം ഉറ്റുനോക്കുകയാണ്. തൻ്റെ പ്രമാണങ്ങൾ നാം അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം ഉറ്റുനോക്കുകയാണ്. അതായത് ദൈവരാജ്യത്തിലേക്ക് വന്ന നമ്മളോടുള്ള ബന്ധത്തിലെ പ്രൈമറി ആയിട്ടുള്ള പ്രമാണം എന്താ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ വിളിച്ച ദൈവം ചെയ്യും. ജീവനകാര്യങ്ങളിൽ ഇടപെടരുത്, ചട്ടപ്രകാരം പോരാടുക. മറ്റ് കാര്യങ്ങളിൽ നീ എന്ത് ചെയ്യരുത്?
ഇടപെടണ്ട, ആ കാര്യങ്ങളൊക്കെ വലുവനായ ദൈവം കരുതിക്കൊള്ളും. അല്ലേ? അബ്രഹാം ഇസ്ഹാക്കിനോട് എന്താ പറഞ്ഞ്? അതൊക്കെ യഹോവ കരുതിക്കൊള്ളുമെന്നാണ് പറഞ്ഞ്. അതുപോലെ തന്നെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ എനിക്കും നിങ്ങളോട് പറയാനുള്ളതെല്ലാം ദൈവം കരുതും. വഴിയിൽ ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് അവിടെ നിന്ന് കരുതും. അത് വിശ്വാസത്താലാണ് നമ്മൾ മുൻപോട്ട് മാർച്ച് ചെയ്യുന്നത്. അല്ലേ? ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ എങ്ങനെയാണ് അത് ഏറ്റെടുക്കുന്നത്? വിശ്വാസത്താൽ ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് പറയുന്നത്. നമ്മളത് വിശ്വാസത്താൽ ഏറ്റെടുക്കണം. ഒരു ബുദ്ധിപദേശമാണ് തരുന്നത്, ഒരു കമാൻഡാണ് ശരിക്കും പറഞ്ഞാൽ, ചുമ്മാ ബുദ്ധിപദേശമൊന്നുമല്ല. തീർത്ത് പറയല്ലേ, ഒരു കൽപ്പനയാണ്. എന്താ കൽപ്പന? മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, വേറെ ഒരു കാര്യത്തിലും തലയിടരുന്ന്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്നൊന്നും ചിന്തിച്ചു പോലും പോകരുത്. എൻ്റെ ആവശ്യമില്ല. എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ടെന്നാണ് 40-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. പിന്നെ നീ എന്തിനു വിചാരപ്പെടണം? നമ്മൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാരങ്ങൾ അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. സകല ഭാരങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. പിന്നെ ഇങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ കേട്ട് കോരിത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ? അപ്പോൾ പരിശോധനകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 7-ാം വാക്യം 8-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത്, 7-ാം വാക്യത്തിൽ നിങ്ങളുടെ പിറുപിറുപ്പ് സ്വർഗ്ഗത്തിലെ ദൈവം കേട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 8-ാം വാക്യത്തിൽ കാണുന്നത്, മോശ പിന്നെയും യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാമണ്ണം അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും. യഹോവയുടെ നേരെ നിങ്ങൾ പിറുപിറുക്കുന്നത് അവൻ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ നേരെ താഴേക്ക് വരികയാണ്. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, ഇസ്രായേൽ മക്കളുടെ പിറുപിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് കൽപ്പിച്ചു. ഈ സംഭവങ്ങളിലൂടെയൊക്കെ യഹോവയായ ദൈവം ആരെന്നിവരെ അറിയിക്കും. ദൈവം ആരെന്ന് അറിയുകയാണ്. ഓരോരോ ഇഷ്യൂസിലൂടെ കടന്നു പോകുമ്പോഴല്ലേ പല കാര്യങ്ങളും മനസ്സിലാകുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ വായിക്കുന്നത്, വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മൂടി, പ്രഭാതകാലത്ത് പാളയത്തിൻ്റെ ചുറ്റും മഞ്ഞ് വീണ് കിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിൻ്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞ് പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കളത് കണ്ടാറെ എന്തെന്നറിയാൽ ഇതെന്തെന്ന് തമ്മിൽ ചോദിച്ചു. ഓക്കെ, അങ്ങനെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിലുണ്ട്, അവരാളൊന്നിന് ഇടങ്ങഴി വീതം മന്ന ശേഖരിച്ചു കൊള്ളണം. അതാ ദിവസം മന്ന ഇടങ്ങഴി വീതം അവർ ശേഖരിക്കണം. മന്ന പൊഴിയുന്നത് രാത്രിയിലാണ്. അത് അടുത്ത വേറെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, മന്ന രാത്രിയിൽ പൊഴിയും. ഇവർ പ്രഭാതകാലത്ത് പോയി മഞ്ഞിനിടയിൽ നിന്ന് മന്ന പെറുക്കിയെടുക്കണം. മഞ്ഞിൻ്റെ കൂടെയാണ് അത് പൊഴിയുന്നത്. അപ്പോൾ മഞ്ഞിൻ്റെ കൂടെ പൊഴിയുന്നത് ചെറിയൊരു അധ്വാനമുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചെറിയൊരു അധ്വാനമുണ്ട്. ആ അധ്വാനത്തിലൂടെ വേണം മന്ന പെറുക്കിയെടുക്കാൻ. അല്ലാതെ ഇങ്ങനെ വെളിയിലിറങ്ങി നിന്നിട്ട് ഇങ്ങനെ തുറന്നു പിടിക്കുമ്പോൾ വായിക്കകത്തേക്ക് വന്ന് വീഴുകയല്ല. അത് മഞ്ഞിനിടയിലൂടെ വന്ന് വീഴുന്ന എവിടെയാണ്? മണലാരണ്യത്തിലല്ലേ? അത് പെറുക്കിയെടുക്കണം. പെറുക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ചില മനുഷ്യരെന്താ ചെയ്തത്? അവർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളത്തേക്ക് കുറേ ശേഷിപ്പിച്ചു. അത് കൃമിച്ചു നാറി. മോശ അവരോട് കോപിച്ചു. അതായത് ഇത് പിറ്റേ ദിവസത്തേക്ക് വെക്കരുതെന്നാണല്ലോ പറഞ്ഞത്. പിറ്റന്നാളത്തേക്ക് വെക്കരുതെന്ന് ആരാ പറഞ്ഞത്? മോശയല്ല പറഞ്ഞത്. മോശ വഴി സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് പറഞ്ഞത്. ജനം എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ പ്രമാണത്തെ എൻ്റെ വാക്കുകളെ അതിൻ്റെ നിലയിൽ ഏറ്റെടുക്കുമോ എന്ന് എനിക്ക് അറിയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചിലർ വയലേറ്റ് ചെയ്യുകയാണ് ആ കാര്യത്തിൽ നിന്ന് അവർ മറികടന്നു പോവുകയാണ്. അപ്പോൾ മോശ അതുകൊണ്ട് അവരോട് കോപിച്ചു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽസ് താഴേക്കുണ്ട്, പല കാര്യങ്ങളും താഴേക്കുണ്ട്. അത് നിങ്ങൾ വായിച്ചെടുക്കുക. പിന്നീട് എല്ലാം ഞാൻ പറയുന്നില്ല, ഞാൻ നേരെ താഴേക്ക് വരികയാണ്. അതിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുകളിലേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസവും മന്ന പൊഴിയും, 7-ാം ദിവസം മന്ന പൊഴിയില്ല. 7-ാം ദിവസത്തേക്ക് വേണ്ടുന്നത് 6-ാം ദിവസം ഡബിളായിട്ട് 2 ഇടങ്ങഴി അവർക്ക് ശേഖരിക്കാം. 7-ാം ദിവസം പെറുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മന്ന അവിടെ കാണില്ല. കാരണം അത് ശബത്താണ്, ദൈവം അനുവദിച്ച വിശ്രമ ദിവസമാണ്. അന്ന് പെറുക്കാൻ പോകേണ്ട ആവശ്യമില്ല. എന്നിട്ടും ചിലർ പെറുക്കുവാൻ പോയി. മുകളിൽ എന്താ വായിച്ചത്? പിറ്റേ ദിവസത്തേക്ക് വെക്കരുതെന്ന്. ചിലർ പിറ്റേ ദിവസത്തേക്ക് വെച്ചു. അതാണ്, മനുഷ്യർ പലവിധക്കാരല്ലേ. ഇപ്പം നമ്മളെല്ലാം ഒരുമിച്ചിരുന്നല്ലേ ഈ പ്രസംഗം കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരുമിച്ചല്ലേ ഈ വചനം ധ്യാനിക്കുന്നത്. നമുക്കെല്ലാവർക്കും പലവിധമായ സ്വഭാവമാണ്.
ചിലതൊക്കെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കും, ചിലർ കൊള്ളാം അങ്ങനെ പല പ്രസംഗങ്ങൾ ഒരു പ്രസംഗമായിട്ടെടുക്കും, അത്ര തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞു പോകുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ തന്നെയും പുതിയ നിയമ കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ പറഞ്ഞു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമുക്കിത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോകും. ഓക്കെ, ഇന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ വേഗം തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ 2 വാക്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഒന്ന് 20-ാം വാക്യവും ഒന്ന് 27-ാം വാക്യവും. 20-ാം വാക്യത്തിൻ്റെ പ്രത്യേകത എന്താ? പിറ്റേ ദിവസത്തേക്ക് വെക്കരുത്, പക്ഷേ അവിടെ അനുസരണക്കേട് കാണിച്ചു. 27-ാം വാക്യത്തിൻ്റെ പ്രത്യേകത എന്താ? അത് ശബത്തിൻ്റെ അന്ന് പെറുക്കാൻ പോകരുത്, എന്നിട്ടും ചിലർ പോകാനിടയായി. അങ്ങനെ അതിന് 31-ാം വാക്യത്തിലേക്ക് വരികയാണ്. 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇസ്രായേൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അതായത് പ്രഭാതത്തിൽ ഇവർ മഞ്ഞിനിടയിൽ നിന്ന് ശേഖരിച്ചെടുക്കുന്ന ഈ വസ്തുവിന് അവരെന്ത് പേരിട്ടു? അതിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. തുടർന്ന് മുൻപോട്ട് വരുമ്പോൾ ഞാൻ 2 കാര്യങ്ങളും കൂടെ ഇതിനോട് ചേർത്ത് പറയും. അതായത് ഈ മന്ന ലഭിച്ച ആദ്യ സമയത്ത് അതെങ്ങനെയായിരുന്നു? അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. ആ വിശ്വാസ വഴിയിലേക്കൊക്കെ വന്ന ആരംഭകാലം ഒന്ന് ഓർത്തു നോക്കി, ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര പാട്ടും ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോഴാണ് ഈ മന്നായോടുള്ള സ്നേഹം അവർക്ക് കുറഞ്ഞായിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ മന്നായോടുള്ള സ്നേഹം അങ്ങ് തീർത്തും കുറഞ്ഞു പോവുകയാണ്. അവിടേക്ക് നമുക്ക് വരാം, ഞാൻ അഡ്വാൻസ് ചെയ്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാണ് മന്ന എന്ന് പറയുന്നതും മന്നയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് കാണുന്നത് 32-ാം വാക്യം ഒരു സീരിയസ് ആയ വാക്യമാണ്. നോട്ട് ചെയ്തോളുക. 32-ാം വാക്യം. പിന്നെ മോശയോട് യഹോവയായ ദൈവം കൽപ്പിക്കുന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരു ഇടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. നോക്കണം, ഇന്നത്തെ മെസ്സേജിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താ? അതായത് ഒരു പ്രിയ സഹോദരൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടു. അദ്ദേഹം കാടയെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിന് ഇറച്ചി കൊടുത്ത ദൈവത്തെക്കുറിച്ച് അദ്ദേഹം വാദോരാതെ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ മെസ്സേജിലൂടെ പറഞ്ഞു വരുന്ന കാര്യമെന്ന് പറയുന്നത് വലിയവനായ ദൈവത്തിൻ്റെ പദ്ധതിയും കാര്യപരിപാടിയും എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. അതായത് പ്രഭാതത്തിൽ മന്ന പൊഴിയുന്നു, സന്ധ്യയ്ക്ക് കാടപ്പക്ഷി പറന്നു നിൽക്കുന്നു. അതാണല്ലോ ഇവിടുത്തെ ഒരു പ്രതിപാദ്യ വിഷയം. എന്നാൽ ആ വിഷയം നമ്മൾ അതിൻ്റെ ഒരു ചുരുളഴിക്കുകയാണ്. ഈ കാട എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. കാട എന്ന് പറയുന്നത് 16-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അവരുടെ പിറുവിറുപ്പ് നമ്മൾ കാണുകയാണ്. അവർ ദൈവസന്നിധിയിൽ പിറുവിറുക്കുകയാണ്. അവർ മിസ്രൈമിൽ ഇറച്ചിക്കലങ്ങളുടെ അടുക്കിൽ ഇരുന്നവരാണ്. ഇറച്ചി ഞങ്ങൾ കാർ തരുമെന്നൊക്കെ ചോദിച്ചാണ് ഇവരിവിടെ ഇരുന്ന് കരയുന്നത്. ഭയങ്കരമായിട്ട് പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം 15-ാം തീയതി തന്നെ കരയുകയാണ്. ആ കരച്ചിലും ബഹളമൊക്കെ വലിയവനായ ദൈവം കേട്ടിട്ട് കാര്യങ്ങളെ അലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് സംഖ്യാപുസ്തകമൊക്കെ ചേർത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സംഖ്യാപുസ്തകമൊക്കെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളെ നമുക്ക് പിടികിട്ടുന്നത്. അപ്പോൾ തുടക്കത്തിൽ അവർക്ക് ലഭിച്ചത് മന്നായാണ്. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുമിച്ച് ലഭിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സംഖ്യാപുസ്തകം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ തുടക്കത്തിൽ അവർക്ക് ലഭിച്ചത് മന്നായാണ്. അതിൻ്റെ പിന്നാലെയാണ് ഈ കാട അവർക്ക് ലഭിച്ചത്. ഇറച്ചിയുടെ കാര്യമൊക്കെ പിന്നാലെ വരുന്നതാണ്. അത് നമ്മൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, ഇതിൽ ഈ 32-ാം വാക്യം ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. വലിയവനായ ദൈവം മോശയോട് പറയാണ്, ഈ മരുഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർഷിപ്പിച്ച ഈ ഭക്ഷണം ഇത് നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് തലമുറയായിട്ട് ഇത് സൂക്ഷിച്ചു വെക്കണം. നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരു ഇടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. അഹ്റോനോട് മോശ ഒരു പാത്രമെടുത്ത് അതിൽ ഒരു ഇടങ്ങഴി മന്ന നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. അതായത് തൽക്കാലം അങ്ങനെ എടുത്ത മന്ന മോശ പാർക്കുന്ന കൂടാരത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ട്. അവിടെയാണത് സൂക്ഷിച്ചു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിന് ശേഷം നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതി കാണുകയാണ്. സമാഗമന കൂടാരം പണിതതിന് ശേഷം അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം വരുന്നു. ആ പെട്ടകത്തിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം നമുക്കറിയാം അല്ലേ? ആ പെട്ടകത്തിനകത്ത് പൊൻപാത്രത്തിൽ മന്ന ഇരിപ്പുണ്ട്.
പെട്ടകം തന്നെ എങ്ങനെയാണ് പണിതിരിക്കുന്നത്? ഖദിരമരം കൊണ്ടാണ്. എന്നാൽ അതിനെ തനി തങ്കം കൊണ്ട് പാനൽ ചെയ്തിരിക്കുകയാണ്, മുഴുവനും തങ്കം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തങ്കം കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന പെട്ടകത്തിനകത്ത് ഒരു പൊൻപാത്രത്തിനകത്താണ് മന്ന ഇട്ട് വെച്ചിരിക്കുന്നത്. അത് പിന്നീട് സംഭവിച്ച കാര്യമാണ്. തുടക്കത്തിൽ അഹരോൻ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം എടുത്തു വെച്ചു, സൂക്ഷിച്ചു വെച്ചു. ആദ്യം പൊഴിഞ്ഞ മന്ന അഹരോൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഇത് തലമുറകൾ കാണണം. അപ്പം മന്ന നമ്മൾ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒന്ന് മരുഭൂമിയിൽ പൊഴിയുന്ന മന്ന, രണ്ടാമത് കാണുന്നത് പെട്ടകത്തിനകത്തിരിക്കുന്ന മന്ന. ഈ മരുഭൂമിയിൽ പൊഴിയുന്ന മന്ന നേരത്തോട് നേരം കഴിയുമ്പോൾ കൃമിച്ചു പോകും. അതേസമയം പെട്ടകത്തിനകത്തിരിക്കുന്ന മന്ന കൃമിച്ചു പോകുന്നില്ല. അത് കൃമിച്ചു പോകുന്നില്ല. ഈ മന്നയുമായി ബന്ധപ്പെട്ടുള്ളൊരു പഠനത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ആ ഒരു പഠനം വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടാണ്. അതുപോലെ പല കാര്യങ്ങളും ഇതിൽ നിന്ന് പറയാനുണ്ട്. ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന ഈ മന്നയിലേക്ക് നോക്കുമ്പോൾ ഒരു പഠനം നമ്മുടെ മുമ്പിൽ വരുന്നത് ഈ മന്ന നമ്മെ കാണിക്കുകയാണ്. അതായത് നേരത്തോട് നേരം കഴിഞ്ഞ് കൃമിച്ചു പോകുന്ന മന്ന. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. അവൻ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ, ശ്വാസം പോയി കഴിഞ്ഞാൽ കൃമിച്ചു പോകും. അതിൻ്റെ സൂചനയാണ് ഈ മനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിലൂടെയുള്ള പഠനങ്ങൾ ഒത്തിരിയുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാതെ എനിക്ക് വിഷയത്തിലേക്ക് വരണം. അതായത് മന്നയും കാടയും. അതിൽ കാട എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല. അതാണ് എനിക്ക് സ്ഥാപിക്കാനുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മന്ന എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇസ്രായേലിനും ഇസ്രയേലിൽ നിന്ന് വിടുവിച്ച് ഈ ചെങ്കടലും കടത്തി മരുഭൂമി വഴി മുന്നോട്ട് നയിക്കുമ്പോൾ വലുവനായ ദൈവം മുന്നമേ ചിന്തിച്ചിരുന്ന കാര്യമാണ് അവർക്ക് ഈ മരുഭൂമിയിൽ മന്ന കൊടുക്കേണ്ടതുണ്ട്, മന്ന കൊടുക്കുമെന്നൊക്കെ ദൈവത്തിൻ്റെ ഉള്ളിലെ പ്ലാനാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവർ കരയുകയാണ്. ഇവർക്ക് ഭക്ഷിപ്പാൻ എന്ത് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ ചോദിച്ച് ഇവരിരുന്ന് കരയുകയാണ്. ആ കരച്ചിലും പിറുപിറുപ്പും നിമിത്തം ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക്. ഈ 16-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് മന്ന പൊഴിയുന്നു, അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ കണ്ടത്. അതിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ കണ്ട കാര്യവും മറക്കരുത്, മന്ന സൂക്ഷിച്ചു വെക്കുകയാണ് തലമുറകൾ കാണാൻ വേണ്ടി. അതുപോലെ തലമുറകൾ കാണാൻ വേണ്ടി പലതും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതിലൊരു കാര്യമാണ് പെട്ടകത്തിനകത്ത് അഹ്റോൻ്റെ തളിർത്ത വടി. ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ മത്സരത്തെ നമുക്ക് കാണാം. വലുവനായ ദൈവത്തോട് മത്സരിക്കുന്ന കാഴ്ച. ഈ ഇരിക്കുന്ന കൽപ്പലക എന്ന് പറയുന്നത് അത് ഒന്ന് ഉടഞ്ഞതാണ്, വീണ്ടും എഴുതിയ കൽപ്പലകയാണ്. അത് ഇസ്രായേലിൻ്റെ മത്സര നിമിത്തമാണത് സംഭവിച്ചത്. അതുപോലെ അവരുടെ മത്സര നിമിത്തമാണ് അഹ്റോൻ്റെ വടി തളിർക്കുന്ന സംഭവം ഉണ്ടായത്. ഈ 12 ഗോത്രത്തിൽ ദൈവം പൗരോഹിത്യത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് അഹ്റോനെയാണ്. അതേസമയം ലേവികുലത്തിൽ തന്നെയുള്ള കോരഹും സംഘവും പറഞ്ഞു ഞങ്ങൾക്കും പൗരോഹിത്യം വേണമെന്ന്, ഞങ്ങൾക്കും ഇതിനൊക്കെ അവകാശമുണ്ടെന്ന് പറഞ്ഞ് മത്സരിച്ചു. ആ മത്സര നിമിത്തമാണ് അഹ്റോൻ്റെ തളിർത്ത വടി നമ്മളവിടെ കാണുന്നത്. അതുപോലെ പൊൻപാത്രത്തിലെ മന്ന എന്താ വിളിച്ചു പറയുന്നത്? ഇസ്രായേലിൻ്റെ പിറുവിറുപ്പുമായി ബന്ധപ്പെട്ടാണ് മന്നായിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വിശദീകരണങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ പെട്ടകത്തിനകത്തിരിക്കുന്ന 3 കൂട്ടം കാര്യങ്ങൾ അത് തലമുറകൾ കാണാൻ വേണ്ടി വെക്കാൻ പറയുമ്പോൾ തലമുറകളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. വലിയ കാര്യങ്ങൾ ഇതിലൂടെയൊക്കെ പറയാനുണ്ട്. ദൈവം അവരെ നടത്തിയ വിധങ്ങൾ, പലവിധമായ കാര്യങ്ങളില്ലേ, അതിൻ്റെയൊക്കെ വിശദീകരണത്തിലേക്ക് പിന്നാലെ നമുക്ക് പോകാം. ഓക്കെ, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് മലയാളം ബൈബിളിൽ, അതായത് 1, 2, 3 വാക്യങ്ങൾ അവിടേക്ക് വരുമ്പോൾ വലിയൊരു സംഹാരം അവരുടെ ഇടയിൽ നടന്ന ഒരു കാര്യമാണ് വായിക്കുന്നത്. അതിന് മുകളിലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് പഠിക്കണം. 4 മുതലുള്ള വാക്യങ്ങൾ വളരെ പ്രസിദ്ധമാണ്. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? വിഷയം അതാണ്. തിന്മാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. നോക്കണം, ഈ മന്നയല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. ഈ മന്നയല്ലാതെ ഒന്നും കാണാനില്ല. അപ്പോൾ 16-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു പ്രഭാതത്തിൽ മന്നയും സന്ധ്യയ്ക്ക് ഇറച്ചിയും എന്നുള്ള കാര്യം ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ ഫുൾഫിൽ ചെയ്യണം. അതിനു മുമ്പ് അവർക്ക് മന്നയാണ് കൊടുക്കുന്നത്. മന്ന കൊടുക്കുകയാണ്. മന്ന കൊടുത്തുകൊണ്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ച് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ കൂടെ പുറപ്പെട്ടിട്ടുള്ള സമ്മിശ്ര ജാതികൾ, അവർക്ക് വാഗ്ദത്തമോ പ്രമാണമോ അനുസരണമോ ഇവ കാര്യത്തെക്കുറിച്ചൊന്നും അവർക്കൊരു ചിന്തയില്ല. അവരുടെ ചിന്ത ഞങ്ങൾക്ക് തിന്നാൻ ആര് തരും, ഞങ്ങൾക്ക് എന്ത് തിന്നാൻ കിട്ടും, ഞങ്ങൾക്ക് എന്ത് ഉടുക്കാൻ കിട്ടും, ഞങ്ങൾക്ക് എന്ത് കുടിക്കാൻ കിട്ടും, ഇതൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്തായാലും കരച്ചിലാണ്. ആ കരച്ചിലിനോട് ചേർന്ന് ഇസ്രായേൽ മക്കളും കരയുകയാണ്.
അതൊക്കെ വലുവനായ ദൈവത്തിന് കോപത്തിന് കാരണമായി. അവർ ദുരാഗ്രഹികളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും, ആര് തരും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചിറക്കിയത് ആരാണെന്നുള്ള ബോധം വേണ്ടേ? ഇത് ആരോടാ ഈ പറയുന്നത് ഇതൊക്കെ? അപ്പോൾ എന്ത് വിശ്വാസത്തിലാണ്, എന്ത് ആശ്രയബോധത്തിലാണ് സഞ്ചരിക്കുന്നത്? പലപ്പോഴും പല വിശ്വാസികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. അതായത് വാസ്തവമായി രക്ഷാനുഭവത്തിലേക്ക് വരാത്തവർ ഒത്തിരി പേരുണ്ട്. എന്നാൽ വന്നവർ തന്നെ ശരിയായി സുവിശേഷം കേട്ട് വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട് ദൈവകൃപയെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ പലപ്പോഴും പല കാര്യത്തിലും പെറുപെറുക്കുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്, വലിയ സങ്കടം തോന്നാറുണ്ട്. അതായത് ഈ ചോദ്യം എന്താ, ഞങ്ങൾക്ക് ഇറച്ചി ആര് തരുമെന്ന്. ആരാണോ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്, ആ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന ആളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇവിടെ ഒരു ക്വസ്റ്റ്യനാണ് സഹോദരങ്ങൾ, അവിടെ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഇറച്ചി ആര് തരുമെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വാസ്തവമായി ദൈവമക്കൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ കാര്യങ്ങളെ ഉണർത്തിക്കേണ്ടത്? ആവർത്തന പുസ്തകം 8-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 8, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ അവിടെ നിന്ന് കണ്ടെത്തുകയാണ്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 2-3 വാക്യത്തിലേക്ക് വരുമ്പോൾ 8-ന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്ന അറിയുവാനുമായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. 40 സംവത്സരം എന്ന് വെച്ചാൽ ഇത് അവസാന സമയമാണല്ലോ ആവർത്തന പുസ്തകം എഴുതുന്നത്. അങ്ങ് കാദേശ് ബർന്നയിലേക്ക് എത്തി, മോശയുടെ നിര്യാണകാലം അടുത്തു. ആ സമയത്താണ് ഈ കാര്യങ്ങൾ പറയുന്നത്. 3-ാം വാക്യത്തിൽ കാണുന്നത്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞുപോയ 40 വർഷം, 10-38 വർഷത്തിലധികം കഴിഞ്ഞു പോയല്ലോ. ഈ പറയപ്പെട്ട കാലങ്ങൾ വലുവനായ ദൈവം അവരെ മന്ന കൊടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിച്ചത്. മന്ന കൊടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിച്ചത്. അതിനിടയിലാണ് അവർ അത്യാഗ്രഹം മൂത്ത് അല്ലെങ്കിൽ ദുരാഗ്രഹികളായി ഇറച്ചിക്കലങ്ങളുടെ ചോട്ടിലിരുന്ന കാര്യവും ഇറച്ചി ആര് ഞങ്ങൾക്ക് തരുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വലുവനായ ദൈവം അവർക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ശരിക്കും അതൊക്കെ കരുതുന്നത് എവിടെയാണ്? അതെല്ലാം വാഗ്ദത്ത ഭൂമിയിലാണ്. അപ്പോൾ ഇത് യാത്രയാണ് അല്ലേ? ശരിക്കും അതൊക്കെ കരുതിയിരിക്കുന്ന വാഗ്ദത്ത ഭൂമിയിലാണ്. ഇപ്പോൾ അവർ യാത്രക്കാരാണ്. ഈ യാത്രയിൽ അവർക്ക് ആവശ്യമായ അതാത് ദിവസത്തെ ഭക്ഷണം മന്ന കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ മന്ന ഭക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന കരുത്തും ബലവും ഒന്നും വേറെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വാക്യം വായിക്കും. ആ മന്ന കൊണ്ട് തന്നെയാണ് ഇവരെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനിടയിൽ അവർ ദുരാഗ്രഹികളായി, അവർ പെറുപെറുത്തു. അതായത് സമ്മിശ്ര ജാതികളുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഇസ്രായേലും കരഞ്ഞത്. മറ്റ് പലരിലൂടെയാണ് നമ്മൾ വീഴ്ചയിലേക്ക് പോകുന്നത്. പല പ്രസംഗങ്ങളും പഠിപ്പീരുകളും പല ആലോചനകളും ഒക്കെയാണ് കുഴി ചാടിക്കുന്ന ആളുകളെ. അപ്പോൾ ഇവിടെ സമ്മിശ്ര ജാതികൾ മൂലം ഇസ്രായേലും ദുരന്തത്തിലകപ്പെട്ടു. അതുപോലെ ഇന്നും സമ്മിശ്ര ജാതികളുണ്ട് നമ്മുടെ ചുറ്റും. ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ് എന്നൊക്കെ പറഞ്ഞാൽ അസൽ സമ്മിശ്ര ജാതിയാണ്. അവർ കരയുന്നതിന് പകരം അവരുടെ പ്രസംഗങ്ങളും പഠിപ്പീരും ഒക്കെ കേട്ട് അത് ഏറ്റെടുക്കാൻ പോകുന്ന ആളുകളെല്ലാം അവസാനം ഒരു പരുവത്തിലായി പോകും. താഴ്ത്തി പരിശോധിക്കുമ്പോൾ എഴുതപ്പെട്ട പ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് തിരിച്ചറിയണം. വളരെ കൃത്യമായി ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയോട് പറയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക. എന്തുടുക്കും, എന്ത് കുടിക്കും, എന്ത് ഭക്ഷിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കുക പോലും അരുത്. നീ ഭൂമിയിലുള്ളത് അന്വേഷിക്കരുത്, ഉയരത്തിലുള്ളത് മാത്രം അന്വേഷിക്കുക. അങ്ങനെ പല കാര്യങ്ങളും പറയാണ്. ഈ കാര്യത്തിനൊന്നും യാതൊരു ഊന്നലും കൊടുക്കാതെ നിന്റെ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കണം, അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കപ്പെടണം. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം ശക്തിപ്പെടേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം മറന്നിട്ട് അനേകര് കാട കിട്ടും, ഇറച്ചി കിട്ടും എന്ന് കേൾക്കുമ്പോൾ ആ വഴിക്ക് പോവുകയല്ലേ. ഇന്ന സ്ഥലത്തൊരു മീറ്റിംഗ് ഉണ്ട്, പെസഹ മുതൽ ഈസ്റ്റർ വരെ, കട്ടപ്പനയിലോ അല്ലെങ്കിൽ കൊട്ടാരക്കരയിലോ അല്ലെ കുമ്പനാടൊരു ബിരുദൻ, നമ്മുടെ കോട്ടയംകാരൻ. ഞാൻ സാധാരണ പറയാറുള്ള കോട്ടയത്തുള്ള നമ്മുടെ 2 പ്രമുഖരായ വ്യക്തികളുണ്ടല്ലോ, അവർ കുമ്പനാടായിരുന്നു അവരുടെ ഈ തവണ കൂടാരം അടിച്ചിരിക്കുന്നത്. അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിലൂടെ അല്പം ഞാൻ കേട്ടോളൂ. അതിലൂടെ പറയുന്നത്, അതായത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എന്ന്.
ഇവിടെ കത്തോലിക്കരും ഓർത്തഡോക്സുകാരൊക്കെ പച്ച മരക്കുരിശും ചുവന്നുകൊണ്ട് മലയാറ്റൂർ മലയിലേക്കൊക്കെ കയറുക. ഓർത്തഡോക്സുകാർ യാക്കോബക്കാരും പള്ളിയുടെ ചുറ്റും നടന്ന് കട്ടപ്പെട്ട് സന്ധിക്ക് സ്ലീവ കൊണ്ടുപോയി അടക്കിയിട്ട് പിന്നെ കഞ്ഞിയും അതിനകത്ത് ഇച്ചിരി ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ അച്ചാറൊക്കെ കൂട്ടി അവരങ്ങനെ കുടിച്ചിട്ട് പോവുക. അതേസമയം ഇവിടെ ന്യൂജൻ പെന്തിക്കോസ് എന്ന് പറയുന്ന കോസ് പറയുകയാണ് ലോകം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ചിന്തിക്കുന്ന ദിവസമാണ് ഇന്നും ഇന്നലെയൊക്കെ. അതിനിടയിലാണ് ഈ വിരുദ്ധന്മാർ പറയുന്നത് കുമ്പനാടൊന്നും വേറെ ആണുങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് സംശയം. ഇതിനൊക്കെ ബദൽ മറുപടി പറയാൻ നമ്മളതിനൊന്നും മറുപടി പറയാൻ നമ്മൾ പോകുന്നില്ല. കാരണം നമ്മളെക്കാളും ശ്രേഷ്ഠരും യോഗ്യരും കേമന്മാരുമായ ഒത്തിരി അച്ചായന്മാർ കുമ്പനാടും ചുറ്റുപാടും ഒക്കെ ഉണ്ട്. യേശുക്രിസ്തു വന്നത് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ സാമ്പത്തികമായി ഉയർന്നിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതാണോ സുവിശേഷം? അതാണോ പ്രസംഗ വിഷയം? ഇതാണോ ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്ന് പറയുന്നത്? അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകമാണിത്. ആ ലോകത്താണ് നമ്മൾ ഈ താഴ്ത്തി പരിശോധിക്കൂ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. നോക്കണം, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി എന്താ? മന്ന കൊണ്ട് അവരെ അക്കരെ എത്തിക്കണം, അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കണം. അതായത് ദൈവഹിതത്തിനാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്. ദൈവഹിതം തിരിച്ചറിയണം. ദൈവഹിതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് ആമേൻ പറയണം. ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്ത് തൃപ്തരായിരിക്കണം. ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി അതിന് ആമേൻ പറഞ്ഞ് തൃപ്തരായിരുന്ന് സന്തോഷത്തോടെ വാഗ്ദത്ത ഭൂമിയിൽ എത്തണം. വാഗ്ദത്ത ഭൂമിയിൽ എത്തുമ്പോഴാണ് പാലും തേനും ഒഴുകുന്നത്. അവിടെയാണ് നമുക്ക് വേണ്ടിയുള്ള ഗംഭീര കാര്യങ്ങളൊക്കെ കരുതി വെച്ചിരിക്കുന്നത്. അവിടെ പല കാര്യങ്ങളും ഉണ്ടെന്നേ. അതൊക്കെ ഭക്ഷിക്കുകയും അതൊക്കെ അനുഭവിക്കുകയും ഒക്കെ ചെയ്യാനുള്ളവരാണ് നമ്മൾ. അതിനു മുമ്പ് ഈ യാത്രയിൽ, ഇത് വഴിയാത്രയല്ലേ, ഈ യാത്രയിൽ ഇങ്ങനെ കിടന്ന് പിറുപിറുക്കുകയും ഇങ്ങനെ കിടന്ന് പറയുകയൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലൂടെ പറയാനായിട്ട് താല്പര്യപ്പെട്ടൊരു കാര്യം ഇത്രയേ ഉള്ളൂ: ദൈവഹിതം അന്വേഷിക്കുക. ദൈവഹിതം അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യൻ ഈ ഭൂമിയിലുള്ള ഭക്ഷണം കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടല്ല മുൻപോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് അവൻ മുൻപോട്ട് പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ദൈവം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെ വർഷിപ്പിക്കും. അതായത് അവൻ സ്വന്തമായിട്ട് കണ്ടെത്തുന്ന കാര്യങ്ങളെക്കാൾ അപ്പുറം ദൈവം അവന് പ്രഭാതത്തിൽ മന്ന കൊടുക്കുകയല്ലേ. അവനൊന്നും ചെയ്യാതെ പോയി അത് പെറുക്കി എടുത്തുകൊണ്ട് വന്ന് അത് ഇടിച്ച് പൊടിയാക്കി ദോശ പോലെയോ അങ്ങനെ പല രീതിയിലൊക്കെയാണല്ലോ അവർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഭക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമായതെല്ലാം സ്വർഗത്തിലെ ദൈവം അനുവദിക്കും. ആവശ്യമുള്ളത്, അനാവശ്യമായതൊന്നും തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ആവശ്യമുള്ളതെല്ലാം അനുവദിക്കും. അതിൽ നമ്മൾ തൃപ്തരായി അങ്ങനെ മുൻപോട്ട് പോകണം. അതിന് പകരം കുറുക്കു വഴികളും മറ്റു വഴികളൊന്നും തേടേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ തേടുമ്പോഴാണ് ദൈവകോപം വരുന്നത്. അതാണ് അവിടെ ഒരു സൂചന തരാനുള്ളത്. യെസ്, അങ്ങനെ നമ്മൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരികയാണ്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ, ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. മന്നയോ കൊത്തമ്പാലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റേത് പോലെയും ആയിരുന്നു. ജനം നടന്ന് പെറുക്കി തിരികലിൽ പൊടിച്ചിട്ടോ ഉരുളിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. പുറപ്പാട് ദിവസം 16-31 നമ്മൾ കാണുന്നത്, ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? അതിൻ്റെ രുചി ചുമ്മാ എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. ഓലോ പാമോയിലോ എന്തൊക്കെ തൂത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഗ്ലാമർ ഇച്ചിരി കുറച്ചാണ് അവർ പറയുന്നത്, ഈ എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയെന്ന്. നേരത്തെ അങ്ങനെയല്ല പറയുന്നത്. അതുപോലെ 6-ാം വാക്യത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല. അപ്പോൾ ഇതുവരെ മന്ന മാത്രമേ കിട്ടുന്നുള്ളൂ. ഇറച്ചി ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ മന്ന കൊണ്ട് ഞങ്ങൾ തൃപ്തരല്ല. പരിശോധനയാണ്. ഇത് രണ്ടും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും മന്ന പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇറച്ചി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർ അതാണ് ഓർത്തിരിക്കുന്നത്. ഇറച്ചിയാണ് അവരുടെ പ്രധാന വിഷയം. ഈ മനയല്ലാതെ വേറൊന്നും കാണാനില്ല. മുകളിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരുമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ കാണുന്നത്, ജനം കുടുംബമായി ഓരോരുത്തൻ താൻ്റെ കൂടാരവാതിക്കൽ വെച്ച് കരയുന്നത് മോശ കേട്ടു. യഹോവയുടെ കോപം ഏറ്റവും ജ്വലിച്ചു. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ
ഇതിൻ്റെ ഈ തുടക്ക സമയത്ത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതൊരു ബോറടി ഉണ്ടാവും ഇതിനകത്ത്. പക്ഷേ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു സൗന്ദര്യം വെളിപ്പെടുന്നത്. അങ്ങനെ ഇവരുടെ പിറുപിറുപ്പ്, ഇവരുടെ കരച്ചിലുമൊക്കെ മോശ കേട്ടു, യഹോവയുടെ കോപം ജ്വലിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വരുമ്പോൾ മോശ യഹോവയായ ദൈവത്തിൻ്റെ അടുക്ക പറയുന്നതാണ്, ഈ ജനമെല്ലാം ഇങ്ങനെ ഇറച്ചി ചോദിച്ചാൽ ഞാൻ ഇവർക്ക് എവിടെ നിന്ന് ഇറച്ചി കൊടുക്കും? ഈ ജനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള മോശയുടെ ഒരു അയ്യം പറച്ചിലാണ്. വലിയവരായ ദൈവത്തോട് മോശ പറയുകയാണ്, ഞാനിതൊക്കെ എവിടെ നിന്ന് കൈകാര്യം ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനാണ് 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞ് കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല. പിന്നീട് മോശയുടെ മേലുള്ള ആ അഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ ആ ആത്മാവിൻ്റെ ഒരു പകർച്ച 70 പുരുഷന്മാരുടെ മേലേക്ക് കൊടുക്കുന്ന കാര്യമൊക്കെയാണ് അടുത്തൊരു പാരഗ്രാഫിലേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ചോദ്യത്തിൻ്റെ മറുപടി എന്നോണം യഹോവയെ ദൈവം പറയുകയാണ്, ഈ ഇറച്ചി ഇത്രയും പേർക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നൊക്കെയുള്ള മോശയുടെ ചോദ്യത്തിന് മറുപടി എന്നോണം യഹോവയെ ദൈവം പറയുകയാണ്, യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടുണ്ടോ? തൻ്റെ വചനം നിവർത്തിക്കുന്ന നീ ഇന്ന് കാണും എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് 31-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കഥാപുരുഷൻ്റെ പ്രസംഗത്തിലെ വിഷയം വരുന്നത്. കഥാപുരുഷൻ എന്താ പറഞ്ഞത്? അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി. അപ്പോൾ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ അത് പറന്ന് നിൽക്കുന്നതിൻ്റെയും അത് എങ്ങനെ പിടിക്കാമെന്നുള്ളതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ചെറിയ വർണ്ണന തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ അന്നത്തെ പ്രധാന പ്രസംഗം ഇതായിരിക്കാം. ആ പ്രധാന പ്രസംഗത്തിൽ ഇതിൻ്റെ വിശദീകരണം കാണുമായിരിക്കാം. ഇത് ഒരു ഷോർട്സ് എന്നുള്ള നിലയിൽ ചെറിയ പ്രസംഗം ഉണ്ടല്ലോ, 1 മിനിറ്റോ 2 മിനിറ്റോ അങ്ങനെ എങ്ങാണ്ട് അപ്ലോഡ് ചെയ്ത പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൻ്റെ വിശദമായ പ്രസംഗം കാണും. അതിനകത്ത് കാടയൊക്കെ ശരിക്കും പറന്ന് നിൽക്കുന്നുണ്ടാകും. ഈ ചെറിയ പ്രസംഗം കേട്ടോണ്ട് കാട അങ്ങനെ ചിറകടിച്ച് പറക്കുന്നില്ലെന്ന് തോന്നുന്നു, ചെറുതായിട്ടാണ് ചിറകടിക്കുന്നുള്ളൂ. മറ്റേ 1 മണിക്കൂർ പ്രസംഗമൊക്കെ ആണെങ്കിൽ ശരിക്കും പറന്ന് നിൽക്കും. 1 മണിക്കൂറും കാട പറന്ന് നിൽക്കും. ഒരിറ്റ് മന്ന പൊഴിയില്ലെന്ന് മാത്രം. പ്രഭാതത്തിലേ ഒരിറ്റ് മന്ന പൊഴിയില്ല 1 മണിക്കൂർ പ്രസംഗത്തിൽ. മൊത്തം കാട ഇങ്ങനെ പറന്ന് നിൽക്കും. അതിനെ എങ്ങനെ പിടിക്കാം, ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാരായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഈ എൽഡേഴ്സ് ആയിരിക്കാം, ഈ മുൻനിരയിലിരിക്കുന്ന കൊച്ചമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ആവേശഭരിതരാകുന്നവർ, അവരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഗ്ലോറി ആമേൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. കാട പറന്ന് നിൽക്കുന്ന ആ കാര്യമൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ വായിച്ചേക്കാം. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിന് സമീപത്ത് ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറന്ന് നിൽക്കുമാറാക്കി. തൊട്ടടുത്ത വാക്യത്തിൽ, ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നേ കുറിച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിന് ചുറ്റിലും ചിക്കി. നോക്കണം, അവർ അവയെ പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി എന്ന് വെച്ചാൽ ഈ ഉപ്പിലിട്ട് വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിങ്ങിൻ്റെ കാര്യമാണത്. ഇങ്ങനെ പിടിച്ചുകൂട്ടിയ കാടയെ അതിൻ്റെ മാംസത്തെ പ്രോസസ്സ് ചെയ്ത് പിന്നീട് ഉപയോഗിക്കാൻ പാകത്തിന് ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനാണ് അങ്ങനെ ചിക്കി വെച്ചു എന്നൊക്കെ പറയുന്നത്. ഒരു പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാടയെ പിടിച്ചു. മന്നയോ പ്രഭാതത്തിൽ ഒരു ഇടങ്ങഴി മാത്രമല്ലേ മന്ന ശേഖരിക്കാൻ പറ്റുകയുള്ളൂ. കാടയാണെങ്കിലും അളവില്ലാത്ത നിലയിലാണ് ഓരോരുത്തരും പിടിക്കുന്നത്. ഭയങ്കര പിടുത്തമാണ് പിടിച്ചത് അല്ലേ. അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോഴോ, നന്നേ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി. ഏറ്റവും കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചു. അപ്പം മിടുക്കന്മാരോ, അവർ കണ്ടമാനം പിടിച്ച് കാണും. അവരെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. കാര്യമായിട്ട് അനുഗ്രഹിക്കപ്പെടാത്തവരാണ് ഈ 10 പറ പിടിച്ച് നിർത്തിയത്. ബാക്കിയുള്ളവർ കണ്ടമാനം പിടിച്ചു. ഒരു പകലും ഒരു രാത്രിയും ഉറക്കം. അപ്പം അച്ചായൻ കാടയെ പിടിക്കുമ്പോൾ കൊച്ചമ്മ ഇങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ അനത്തി കൊടുക്കും. ഉറങ്ങിപ്പോകരുതല്ലോ. കാടയെ പിടിച്ചോണ്ടിരുന്ന ആൾ മൂക്കുകുത്തി വീണ് കഴിഞ്ഞാലേ പല്ലൊക്കെ പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് കട്ടൻ കാപ്പിയൊക്കെ കൊടുത്ത് അങ്ങനെ കുടിപ്പിച്ച് അങ്ങനെ രാത്രി മുഴുവനും കാടയെ പിടിക്കുന്നു. പിറ്റേ ദിവസം പിടിക്കുന്നു. പുള്ളി 20-30 പറയൊക്കെ പിടിച്ച് കാണും. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പല പുള്ളികളും പിടിച്ച 5 പറ പോലും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ പിടിച്ചു കഴിഞ്ഞാലാണ് പിടുത്തം. 10 പറ 20 പറയൊക്കെ. അതേസമയം ഇത്രയും നേരമായിട്ട് ഒരിറ്റ് മന്ന പോലും പൊഴിയുന്നില്ല കേട്ടോ. പ്രഭാതത്തിൽ മന്നയൊന്നും പൊഴിയുന്നില്ല. സന്ധ്യാസമയത്തുള്ള കാടയുടെ പരിപാടി മാത്രമേ നടക്കുന്നുള്ളൂ. 33-ാം വാക്യം,
എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിന് നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. ആ സ്ഥലത്തിന് കിബ്രത്ത് ഹഥാവ. അത് ഞാനിപ്പോൾ പുസ്തകത്തിൽ നോക്കാതെയാണ് കേട്ടോ പറഞ്ഞത്. ഇത് 2009 എൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്ന വാക്കാണ് ആ സ്ഥലത്തിൻ്റെ പേര്, കിബ്രത്ത് ഹഥാവ എന്നുള്ളത്. കാരണം അന്ന് ഈ വിഷയം പ്രസംഗിച്ചപ്പോൾ ഇതങ്ങ് അകത്ത് സ്റ്റോറായതാണ്. എങ്ങനെയാണ് വായിച്ചത്? എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പ് തന്നെ യഹോവയുടെ കോപം ജനത്തിന് നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. അന്ന് കണ്ടമാനം പേര് മരിച്ചുപോയി. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിനൊരു പേരും വന്നു. അപ്പോൾ ഈ ദുരാഗ്രഹികളായ മനുഷ്യരെയെല്ലാം അവിടെ എന്തു ചെയ്തു? കുഴിച്ചിട്ടു. വലിയൊരു സംഖ്യ ആളുകൾ അവിടെ പട്ടുപോയത് ആരാ? ഇറച്ചി ചോദിച്ച് പിറുപിറുത്ത ആളുകൾ, കാടയ്ക്ക് വേണ്ടി പിറുപിറുത്ത ആളുകളാണ് അവിടെ പട്ടുപോയത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ? നമ്മളൊരു വഞ്ചനയെ തുറന്നു കാണിക്കാൻ പോകുന്ന രംഗമാണിത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളൊരു വഞ്ചനയെ തുറന്നു കാണിക്കുകയാണ്. നോക്കണം, 31, 32 വാക്യം വെച്ചിട്ടാണ് ആ പ്രിയ സഹോദരൻ പ്രസംഗിച്ചത് അല്ലേ? അനന്തരം യഹോവ അയച്ചൊരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. അപ്പം ഈ കാറ്റിനെ കുറിച്ച് വിൻഡ് എന്ന് കേട്ടിട്ടില്ലേ? കാറ്റും ഈ പക്ഷി പറക്കുന്നതും അതിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അതിനകത്ത്. അത് ഫിസിക്സ് ആണോ? അതിൻ്റെ വെലോസിറ്റി ഒക്കെ പറയുമ്പോൾ എന്നാൽ ശരി, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി വിട്ടേക്കാം. അതിൻ്റെ ഫിസിക്സും ഒക്കെ അദ്ദേഹം നല്ല രീതിയിലാണ് പറയുന്നത്. നല്ല രീതിയിൽ 31 വാക്യം 32 വാക്യം പെറുക്കി കൂട്ടിയ കാര്യവും ദൈവം അനുഗ്രഹിക്കുന്നവരിങ്ങനെയാണ്, മാനിക്കപ്പെടും, ഇതാണെന്നൊക്കെയുള്ള എല്ലാം പറഞ്ഞല്ലോ. ഈ 33 വാക്യം വായിക്കാനായിട്ട് പുള്ളിക്ക് എന്തെങ്കിലും തടസ്സമല്ലോ ഉണ്ടോ? അത് GST കൊടുക്കണം 33 വാക്യം വായിക്കാൻ. GST കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് 33 വാക്യം വേണ്ടാന്ന് വെച്ചതാണോ? സഹോദരങ്ങളെ, നമ്മൾ തുടങ്ങിയപ്പോൾ എന്ത് വായിച്ചാണ് തുടങ്ങിയത്? നമ്മുടെ പ്രിയങ്കരനായ അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞ കാര്യം വായിച്ചിട്ടാണ് തുടങ്ങിയത്. അതായത് അധർമ്മികളുടെ വഞ്ചനയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ മുമ്പ് കൂട്ടി നിങ്ങളോട് പറയുകയാണ്, ഇത്തരത്തിലുള്ള വചനവ്യാഖ്യാനങ്ങളൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പിന്തുണയിൽ വ്യാഖ്യാനിക്കുന്നതല്ല. ഇവരെല്ലാം വഞ്ചകരാണ്, ജനത്തെ ചതിക്കുന്നവരാണ്, ഈ ലോക മോഹത്തിലേക്ക് ആളുകളെ തള്ളിവിടുന്നവരാണ്, ദ്രവ്യാഗ്രഹികളാക്കുന്നവരാണ്. നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? ദൈവത്തിൻ്റെ പദ്ധതിയാണ് മന്ന എന്നുള്ളത്. മന്ന കൊടുത്തുകൊണ്ടാണ് അവരെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അവരുടെ കരച്ചിലും പെറുവിറുപ്പും ഒക്കെ കേട്ടിട്ട് എന്നാൽ ശരി നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അങ്ങനെ കൊടുത്ത കാര്യമല്ലേ വായിക്കുന്നത്? അത് തിന്ന് അവരുടെ പല്ലിനിടയിലും എല്ലിനിടയിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചെന്ന്. ഇനി സംഖ്യാപുസ്തകം 21 അധ്യായത്തിലേക്കും കൂടെ ഒന്ന് വന്നിട്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. സംഖ്യാപുസ്തകം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 4, 5 വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. ഹോർ പർവ്വതത്തിൻ്റെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ. അവിടെ അഹ്റോൻ കാലം ചെയ്യുകയാണ്, ദിവംഗതനാകുകയാണ്. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. അതായത് കുറേ വർഷങ്ങളായല്ലോ ഇപ്പോൾ കറങ്ങാൻ തുടങ്ങിയിട്ട്. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമല്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, അതായത് മാനുഷികമായി നമ്മൾ തയ്യാറാക്കുന്ന ഭക്ഷണ വസ്തുക്കളെ കുറിച്ചാണ് അവർ പറയുന്നത്. ഇപ്പോൾ കാലങ്ങൾ ഒത്തിരി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരെങ്ങനെ പറയുന്നത്? ഈ സാരമില്ലാത്ത ആഹാരം മാത്രമേ ഉള്ളൂ എന്ന്. സാരമില്ലാത്ത എന്ന് വെച്ചാൽ വിലയില്ലാത്ത എന്ന ആ ഒരു അർത്ഥം എടുക്കാം. വിലയില്ലാത്തതെന്നോ നിലവാരമില്ലാത്തതെന്നോ ഞങ്ങൾക്ക് തൃപ്തി ലഭിക്കാത്തതായതെന്നോ അങ്ങനെയൊക്കെ എടുക്കാം. അങ്ങനെയുള്ളൊരു ആഹാരം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതിനാണോ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്നാണ് ചോദിക്കുന്നത്. ശരിക്കും 21 ദിവസം ഉപവാസ പ്രാർത്ഥനകളും 40 ദിവസം ഉപവാസ പ്രാർത്ഥനകളൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഈ പാസ്റ്റർമാർ വിശ്വാസികളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ദൈവസന്നിധിയിൽ ഇത് തന്നെയാണ് പറയുന്നത്. ഇതിനാണോ ഞങ്ങളെ പെന്തിക്കോസിൽ കൊണ്ടുവന്നത്? ഇതിനാണോ ഞങ്ങളെ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നത്? ഇവളുടെ മോളെ കെട്ടിക്കണം, ഇവൻ്റെ മോനെ ദുബായിക്ക് വിടണം, അല്ലെങ്കിൽ മറ്റവൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം. ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നില്ല. എത്രയോ കാലങ്ങളായി ഞങ്ങൾ എത്ര 21 ഇരുന്നു, എത്ര 31 ഇരുന്നു, ഞങ്ങൾ എത്ര ദശാംശം, എത്ര സ്വോത്രകാഴ്ച കൊടുത്തു, ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരം സൈഡിലൊക്കെയാണ് അവിടെ നേർച്ച കൺവെൻഷനൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഞങ്ങൾ എത്ര നേർച്ച കൺവെൻഷൻ നടത്തി, അങ്ങനെ ഞങ്ങൾ എന്തെല്ലാം ചെയ്തതാണ്. എന്നിട്ട് ഞങ്ങൾക്കൊരു ഉയർച്ചയില്ല, ഞങ്ങളെ മാനിക്കുന്നില്ലല്ലോ, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഈ കരയുന്നത്. അതിന് കണ്ട കള്ളപ്രവാചകന്മാരെയൊക്കെ വിളിച്ചു കൂട്ടും.
ശരിക്കും ദൈവസന്നിധിയിൽ ഉപവാസവും പ്രാർത്ഥനയായിട്ട് ദൈവദാസന്മാർ കടന്നു വരുന്നത് എന്തിനാ? നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും മിസ്രൈമിൻ്റെ ഇരുമ്പുലയിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി മരുഭൂമിയിലൂടെ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് തേളും അഗ്നിസർപ്പവും ഒക്കെയുള്ള മരുഭൂമിയിലൂടെ ചുമന്നുകൊണ്ട് നടന്ന ആ വിധങ്ങളെ ധ്യാനിക്കാനാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഉപവാസ പ്രാർത്ഥന മുഴുവൻ വിഷയങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. ശരിയായ ഉപവാസ പ്രാർത്ഥനയിൽ ഒത്തുകൂടി വിശുദ്ധന്മാരെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുകയാണ്, വചനം ധ്യാനിക്കുകയാണ്, ക്രിസ്തുവിനെ അടുത്തറിയുകയാണ്, ദൈവവിഷയത്തിൽ സമ്പന്നരാകണം. ആ കാര്യത്തിനൊക്കെയാണ് ഉപവാസവും പ്രാർത്ഥനയൊക്കെ വേണ്ടത്. അതിന് പകരം ആരോ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ നിരാഹാര വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ കാര്യം സാധിപ്പിക്കുമെന്ന്. നിനക്കിപ്പോൾ ആവശ്യം ഇറച്ചിയല്ലേ? നിനക്ക് ഒരു ജഡീകമായ ആഗ്രഹം ഉണ്ടല്ലോ, അത് പൂർത്തീകരിക്കണമെന്നല്ലേ ഉള്ളൂ. ഈ ഇറച്ചിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവരുടെ ജഡാഭിലാഷങ്ങളെയാണ് മനസ്സിലാക്കേണ്ടത്. ഇറച്ചി തിന്നാനുള്ള ആഗ്രഹമൊക്കെ എന്താ കാണിക്കുന്നത്? ജഡാഭിലാഷങ്ങളാണ്. ആ ജഡാഭിലാഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അനേകർ ദൈവസന്നിധി വരുന്നത്. അവരുടെ ജഡാഭിലാഷം ദൈവം തീർത്തു കൊടുത്തു, അതൊക്കെ തീർത്തു കൊടുത്തു, ഇറച്ചി കൊടുത്തു, കാടയൊക്കെ പറന്നു നിന്നു. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ വായിച്ചു. തുടർന്ന് 1-2 വാക്യങ്ങളിലൂടെ നമ്മളത് വായിക്കും. അപ്പം മനസ്സിലാക്കുക, ഇന്ന് ഈ അപകടരേഖയിലൂടെയാണ് ഈ വിശുദ്ധന്മാർ നടന്നു പോകുന്നത്. അതല്ലേ ആത്മീയമായൊരു പുഷ്ടിയുണ്ടോ? ആത്മശക്തിയുണ്ടോ? കൃപാവരങ്ങൾ ജ്വലിക്കുന്നുണ്ടോ? കാരണം എന്താ? ശുശ്രൂഷകരെല്ലാം തകർത്ത് കളഞ്ഞു, തല്ലിക്കടത്തി കളഞ്ഞു. ആ രക്ഷ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ആഴത്തിലൂടെ സഞ്ചരിക്കുന്നില്ലെന്നേ. പാപത്തിൻ്റെ പടുകുഴി കിടന്നവനെ ഉദ്ധരിച്ചെടുത്തതും അവൻ്റെ വായിൽ പുതിയ പാട്ട് കൊടുത്തതും അവന് ജീവൻ്റെ പുതുക്കത്തിൽ നടത്തുന്നതും അത്യത്ഭുതകരമായി പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നടത്തുന്ന വിധം ഇസ്രായേലിൻ്റെ കാര്യമാണ്. നമ്മുടെ കാര്യത്തിൽ പറഞ്ഞാലോ, സമാഗമന കൂടാരത്തിൽ വസിച്ച തേജോമയനായ ദൈവം ചുറ്റും നിന്ന് ഇസ്രായേൽ പാളയത്തിൽ അതിശയത്തോടുകൂടിയ ജനം കണ്ടത്. ആ തേജോമയനായ ദൈവം ഞാനും നിങ്ങളുമാകുന്ന കൂടാരത്തിൽ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വാസം ചെയ്യുകയാണ്. ഇത് ഒരു സഹോദരിയോ ഒരു സഹോദരനോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവസന്നിധിയിൽ ആനന്ദിച്ച് തുള്ളിച്ചാടണ്ടേ? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം തൻ്റെ മന്ദിരമായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, തൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ പകർന്നിരിക്കുന്നു, തൻ്റെ ആലോചന എൻ്റെ മേലുണ്ട്, തൻ്റെ പദ്ധതി എൻ്റെ മേലുണ്ട്, തൻ്റെ വാക്തത്വം എൻ്റെ മേലുണ്ട്. ഞാൻ അവകാശിയാണ്, സകല വാക്തത്വത്തിൻ്റെ അവകാശിയാണ്. ഈ കാലത്തിൽ എനിക്ക് കഷ്ടങ്ങളുണ്ട്. അതിന് നമ്മുടെ പ്രിയങ്കരരായ അപ്പോസ്തലന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ബുദ്ധി ഉപദേശം, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഇത് നൊടി നേരത്തേക്കുള്ളതാണ്. തേജസ്സിൻ്റെ നിത്യകനം ഉടുത്തുകൊണ്ട് വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിൽ കുഞ്ഞാടിനോടുകൂടെ ഒരുമിച്ചുള്ള വാസം ഓർക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടവര് പെന്തിക്കോസിലെ പാസ്റ്റർമാർ ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരോട് കൂട്ടുകൂടി അവരുടെ ശൈലികൾ കടമെടുത്തുകൊണ്ട് മകളെ മകനെ എന്നൊക്കെ വിളിച്ച ആളുകളെ മായലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവരെ കാട പിടിക്കാൻ പാകത്തിന് പ്രാപ്തരാക്കുകയാണ്, അല്ലേ? അവരെ പകലും രാത്രിയൊക്കെ ഉറക്കമുളച്ച് കാടയെ പിടിക്കാൻ പാകത്തിന് പ്രാപ്തരാക്കിയാണ് ഇന്നത്തെ ശുശ്രൂഷകർ ചെയ്യുന്നത്. പ്രഭാതത്തിൽ മന്ന പൊഴിയുന്നുണ്ട്. ആ മന്ന പെറുക്കാനല്ല ഉത്സാഹിപ്പിക്കുന്നത്, ആ മന്നായിൽ തൃപ്തരായിരിക്കണം സഹോദരങ്ങളെ എന്നല്ല പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാം കയ്യിലിരിക്കുന്ന ബൈബിളിൽ തിമോഥെയോസിൻ്റെ ലേഖനമുണ്ട്. ആ ലേഖനത്തിന് 2 ഭാഗമുണ്ട്. 1-ാം ലേഖനത്തിൻ്റെ അവസാന ഭാഗം 6-ാം അധ്യായം. അവിടെ വരുമ്പോൾ കാണുന്നത് എന്താ? അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലകാരണമാണെന്ന്. അതേ പുസ്തകത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് തൃപ്തരായിരിക്കണമെന്ന്, ഉള്ളത് കൊണ്ട് തൃപ്തരായിരിക്കണമെന്നൊക്കെ. മന്ന കൊണ്ട് നീ തൃപ്തനായിരിക്കുക, 70 ഏറിയാൽ 80 ഉള്ളൂ. അല്ലാതെ വൈറ്റ് ഹൗസ് മേടിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ ആഗ്രഹമല്ലല്ലോ. ഞാനൊരു ദൈവ പൈതലല്ലേ, ഞാൻ അവകാശിയല്ലേ, ഞാൻ രാജാവല്ലേ? വൈറ്റ് ഹൗസ് വിലയ്ക്ക് ചോദിച്ചാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ക്രെംലിൻ കൊട്ടാരം, അങ്ങ് മോസ്കോയിലെ ക്രെംലിൻ കൊട്ടാരം എൻ്റെ പേർക്ക് ആക്കിയാലോ? നോക്കണം, നീ ഇവിടെ അന്യനും പരദേശിയാ, നീ വെറും യാത്രക്കാരനാ. 70 ഏറിയാൽ 80 ഉള്ളൂ. നീ ആരാ? നിന്റെ പാസ്റ്റർ ആരാ? അവൻ്റെ പേരെന്നാ? അവൻ എവിടത്തെ ആത്മാവിനല്ല അവൻ നടത്തപ്പെടുന്നത്? പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവനാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തരില്ലേ? ശരിക്കും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവനാണെങ്കിൽ അവൻ കാടയെക്കുറിച്ചാണോ പ്രസംഗിക്കേണ്ടത്, അതെയോ മനയെക്കുറിച്ചാണോ പ്രസംഗിക്കേണ്ടത്? മന എന്നുള്ളതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിച്ചത്? ദൈവഹിതം എന്നുള്ളതാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞു വേണ്ടേ മുന്നോട്ട് പോകാൻ? ഇവിടെ എന്താ അവർ പറയുന്നത്? ഈ സാരമല്ലാത്ത ആഹാരം എന്ന്. കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ പറയുകയാണ് ഈ സാരമല്ലാത്ത ആഹാരം.
ഒരു കണ്ണിനും അലിവ് തോന്നാതെ കിടന്നതാ കേട്ടോ നാം ഓരോരുത്തരും. അവിടെ നിന്നാണ് നമ്മെ ഉദ്ധരിച്ചു കൊണ്ടുവന്നത്. വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അന്നേരമാണോ വഞ്ചകന്മാരുടെ വ്യാജന്മാരുടെയൊക്കെ പ്രസംഗം കേൾക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ അത്തരം പ്രസംഗങ്ങൾക്ക് എതിരെ ഇപ്പം നമ്മളതിനെതിരെയല്ലേ പറയുന്നത്? അതിനോടുള്ള വിയോജിപ്പല്ലേ രേഖപ്പെടുത്തുന്നത്? അത് പരിശുദ്ധാത്മാവിലല്ല പ്രസംഗിക്കുന്നത്, അത് പക്ക ദുരാത്മാവിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിലാണെങ്കിൽ കാടയുടെ കാര്യം പ്രസംഗിക്കില്ലെന്നേ. എത്രയോ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയാവോ? എത്രയോ പാസ്റ്റർമാർ ഈ വിഷയം പറയുന്നത് കേട്ടിട്ടുണ്ടെന്നറിയാവോ? നിങ്ങൾക്ക് കാട തരുമെന്ന്. കോട്ടയം ജില്ലയുടെ ഒരു മധ്യഭാഗം, ആ മധ്യഭാഗത്ത് എൻ്റെ ഒരു സ്നേഹിതൻ താമസിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരിക്കൽ പോയപ്പോൾ അവിടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക. ഒരു പ്രധാനപ്പെട്ട പെന്തിക്കോസ് സംഘടനയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ അങ്ങനെ ഞാനും അവൻ്റെ കൂട്ടത്തിൽ പോയി. അവിടെ അന്ന് പ്രസംഗിക്കാൻ വന്നത് എനിക്കറിയാവുന്ന ഒന്നാന്തരം ഒരു കള്ളപ്രവാചകനാണ്. അപ്പം ഞാൻ അവിടെ പുറകിലിരുന്നു. ആ ദേവദാസൻ വന്ന് എന്നെ ആവുന്നും വിളിച്ചു മുന്നോട്ട് വരാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പുറകിലിരുന്ന് ഞാൻ ഈ കാടപ്പക്ഷി പറന്ന് നിൽക്കുന്നത് മുഴുവൻ കാണാനിടയായി. അവിടെയുള്ള ആളുകളെല്ലാം എഴുന്നേറ്റ് നിന്ന് പെറുക്കി. പുരുഷന്മാർ അത്ര ഉത്സാഹികളല്ലായിരുന്നു. ആ ചർച്ചിലെ സ്ത്രീകൾ അവരെ ഓർക്കുമ്പോൾ ഒരെണ്ണം പോലും കാഹളം കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര അന്യഭാഷയൊക്കെ ആയിരുന്നു. കാരണം അവരൊന്നും സത്യവചനത്തെ സ്നേഹിക്കുന്നവരല്ല. ആണെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്ത് മന്ത്രിക്കില്ലേ, മകളെ ഇത് എൻ്റെ ആലോചന പ്രകാരമല്ല ഈ പ്രസംഗം നടത്തുന്നത്, ഇവരവരുടെ ചടങ്ങ് നടത്തുന്നതാണ്, ഇതിനൊന്നും ആമയും പറയണ്ട, അവിടെ മര്യാദയ്ക്ക് കുത്തിയിരുന്നോളാം പറയില്ലേ? അതിന് പകരം അവർ പെറുക്കുകയാണ്, പെറുക്കുകയാണ്. പ്രാപിച്ചോ എന്നാ പറയുന്നു, പ്രാപിച്ചോ. അപ്പോഴത്തേക്ക് ഇവരങ്ങ് പ്രാപിക്കുകയാണ് ഭയങ്കരമായിട്ട്. കാടയെ പ്രാപിക്കുകയാണ്, കാടയെ പിടിച്ചു കൂട്ടുകയാണ്. ഓക്കെ, 78 സങ്കീർത്തനം, Psalm 78. വേഗം നിർത്താൻ കേട്ടോ, നിങ്ങളെ അധികം ബോറടിപ്പിക്കില്ല. സങ്കീർത്തനം 78-ന്റെ 24 മുതൽ താഴേക്കുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. അതായത് വലിയവനായ ദൈവം ഇസ്രായേലിനെ നടത്തിയ വിധങ്ങളെക്കുറിച്ചൊക്കെയായി പറയുന്നത്. അവർക്ക് തിന്നാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ദാനം അവർക്ക് കൊടുത്തു, മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. അതായത് ദൂതന്മാർ ഭക്ഷിക്കുന്ന അപ്പം മനുഷ്യർ തിന്നുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ മന്ന കൊണ്ട് അവരെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കുക എന്നുള്ളത്. ശക്തിമാന്മാരുടെ അപ്പമാണ്. ദൈവം ഒരുക്കിയ മന്ന ഭക്ഷിച്ചുകൊണ്ട് അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുമ്പോൾ അവരുടെ ശരീരത്തിന് ഒരു ക്ഷീണവും സംഭവിക്കുന്നില്ല, യാതൊരു രോഗവും അവരെ ബാധിക്കുന്നില്ല. ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താ വായിക്കുന്നത്? അവരുടെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല, വസ്ത്രം പിഞ്ഞിയിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും വായിക്കുന്നില്ലേ? കൂട്ടത്തിൽ അവരുടെ ദേഹത്തിനൊരു പുഷ്ടിക്കുറവും ഉണ്ടായില്ല, മന്ന മാത്രമേ തിന്നുള്ളൂ. നമ്മൾ ശദ്രക്ക് മേശക്ക് അബേദ്നോവിൻ്റെ കാര്യം വായിക്കുന്നില്ല, അവിടെ ഒരു ക്ഷീണവും തട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇവരെ ഒരു ക്ഷീണമില്ലാതെ നടത്താൻ ദൈവം പ്രാപ്തനാണെന്നേ. പക്ഷേ ഇവരുടെ ആഗ്രഹം, കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗത്തിൽ നമ്മൾ സങ്കീർത്തനം 20-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ചു, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും നിവർത്തിക്കുന്ന കാര്യം. അതായത് ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതാണ് ഒരുവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്. അപ്പം നമ്മൾ പറയും നല്ല ആഗ്രഹങ്ങളല്ലേ എന്ന്. നല്ലതാണോ അല്ലയോ എന്ന് അറിയുന്ന പരിശുദ്ധാത്മാവിലാണ്. അത് എഴുതപ്പെട്ട പ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ നല്ല ആഗ്രഹങ്ങളല്ല. ഇപ്പം ഞാൻ എഴുതപ്പെട്ട പ്രമാണങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരുവൻ ദൈവരാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്, എന്തൊക്കെയാണ് അവൻ അന്വേഷിക്കേണ്ടതെന്നുള്ളതൊക്കെ അതെല്ലാം പറഞ്ഞില്ലേ. അപ്പോൾ അതിന് വിരുദ്ധമായി ഉയർത്തുന്ന പ്രാർത്ഥനകളും ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നാം നമ്മെ തന്നെ ചതിക്കുകയാണ്. താഴേക്ക് വായിക്കാം. അവർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാവണ്ണം ആഹാരം അയച്ചു. 27-ാം വാക്യത്തിൽ അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെയും പക്ഷികളെ വർഷിപ്പിച്ചു. അവരുടെ പാളയത്തിൻ്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അതായത് അവർ ആഗ്രഹിച്ചത് തിന്ന് അവർ തൃപ്തരായിന്ന്. അവർ ആഗ്രഹിച്ചത്, ഇതൊക്കെ പോയിന്റ്സാണ്, നോട്ട് ചെയ്തോണം. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു, അങ്ങനെ അവർ തൃപ്തരായെന്ന്. എന്നിട്ട് താഴേക്ക് വായിക്കുന്നത് എന്താ? ഈ 30-ാം വാക്യത്തിൽ അവരുടെ കൊതിക്ക് മതി വന്നില്ല, ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. നോക്കണേ, ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത് എന്തെന്നാ? അതവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചെന്നാണ് വായിക്കുന്നത്. 105-ാം സങ്കീർത്തനത്തിലേക്ക് വരൂ. 105-ാം സങ്കീർത്തനത്തിലേക്ക് 105-ാം സങ്കീർത്തനത്തിൻ്റെ 40-ാം വാക്യം കൂടെ നമ്മൾ വായിക്കുകയാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ ചോദിച്ചപ്പോൾ
അവൻ കാടകളെ കൊടുത്തു, സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി. എങ്ങനെയാണ് വായിക്കുന്നത്? അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു. അവർ ചോദിച്ചപ്പോൾ അവൻ അവർക്ക് കാടകളെ കൊടുത്തു. അതായത് കാടപ്പക്ഷിയെ കൊടുത്തെന്ന്. സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി. കാടയെ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തിയെന്ന് ഈ വാക്യത്തിലില്ല. 78 സങ്കീർത്തനോ 105 സങ്കീർത്തനോ ചേർത്ത് വെച്ച് നോക്കിക്കോണം നിങ്ങൾ. സമയം പോയതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുക. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? അവർ ചോദിച്ചപ്പോൾ അവൻ കാടയെ കൊടുത്തു. സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി. സ്വർഗീയ ഭോജനം എന്ന് പറഞ്ഞാൽ ശക്തിമാന്മാരുടെ അപ്പം. ശക്തിമാന്മാരുടെ അപ്പം എന്ന് നമ്മൾ പറഞ്ഞ മന്ന. ആ മന്ന ഭക്ഷിച്ച് അവർക്ക് തൃപ്തി കൊടുത്തു എന്നാണ്. കാട കൊടുത്തല്ല തൃപ്തി വരുത്തിയത്. കാട കൊടുത്താണോ തൃപ്തി വരുത്തിയത്? മന്ന കൊടുത്താണ് തൃപ്തി വരുത്തിയത്. കാട അവരുടെ ജഡത്തിൻ്റെ അഭിലാഷത്തിന് വേണ്ടി കൊടുത്തതാണ്. അവരുടെ ജഡാഭിലാഷത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാടയെ കൊടുത്തു. അതവർക്ക് നാശഹേതുവായി തീർന്നു. അതിൻ്റെ സൂചനയാണ് നമ്മളിവിടെ കാണുന്ന 106 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം. വളരെ പ്രസിദ്ധമായ വാക്യമാണ്. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. പ്രാർത്ഥനക്കാരുടെ പ്രാർത്ഥന കേട്ട് അപേക്ഷയൊക്കെ സ്വീകരിച്ച് അതൊക്കെ നിവർത്തിച്ചു കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അപ്പോൾ കാട തിന്നതുകൊണ്ട് അവരുടെ ജഡാഭിലാഷങ്ങൾ പൂർത്തീകരിച്ചു, ശരീരാഭിലാഷങ്ങൾ പൂർത്തീകരിച്ചു. പക്ഷെ പ്രാണന് ക്ഷയം വന്നെന്ന്. ഇങ്ങനെയാണ് അനേകരും ദൈവവിഷയത്തിൽ സമ്പന്നരാകാതെ, ദൈവാലോചന എന്തെന്ന് മനസ്സിലാക്കാതെ, ഉയരത്തിലെ ആലോചനകൾക്ക് വില കൊടുക്കാതെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാതെ, പല കാര്യങ്ങളുണ്ടല്ലോ, ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല ഇന്നത്തെ ദൈവമക്കൾക്ക്. അവർ പറയുന്നത് കൊട്ടാരക്കരക്കാരൻ പറഞ്ഞു, അടൂരുകാരൻ പറഞ്ഞു, കാട പറന്ന് നിൽക്കും, അതിങ്ങനെ 2 മുഴം അകലത്തിൽ നിൽക്കും. വിൻഡാണ് അടിച്ചടിച്ച് അതിനെ കൊണ്ടുവരുന്നത്. വിൻഡിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട്, നമുക്ക് പിടിച്ചെടുക്കാം, നമുക്ക് ചിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം നല്ല മലയാളത്തിലാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. വാത്സല്യ സഹോദരങ്ങളെ, എനിക്ക് അവസാനമായി പറയാനുള്ള കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും എന്ന് പറയുന്നത് സ്വർഗീയമായ ഭോജനമാണ്. അതാണ് നമുക്ക് തൃപ്തി ലഭിക്കുകയുള്ളൂ. അല്ലാതെ ജഡത്തിൻ്റെ അഭിലാഷത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അപകടമാണ്. നോക്കണം, ധാരാളം വാക്യങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നു, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെയായിട്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പലയിടങ്ങളിൽ നമ്മൾ മന്നയുടെ കാര്യം കാണുന്നുണ്ട്. വിശേഷാൽ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ കർത്താവ് യഹൂദന്മാരോട് പറയുന്നുണ്ട്, പൂർവന്മാരായ പിതാക്കന്മാർക്ക് ഉയരത്തിൽ നിന്ന് മന്ന വർഷിപ്പിച്ച് ഞാൻ തന്നെയാണ്. ആ മന്ന തിന്നവരെല്ലാം പട്ടുപോയി, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ജീവൻ്റെ അപ്പം തരാമെന്നാണ് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്ന് കാണുന്നുണ്ട് 2:17. പിന്നെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, അതിന് 3 ഭാഗമുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം ഇരിപ്പുണ്ട്. പെട്ടകത്തിനകത്ത് മന ഇട്ട് വെച്ച പൊൻപാത്രമുണ്ട്. അവിടെ 3 കാര്യങ്ങളുണ്ട്. വിശേഷാൽ അതിലൊരു കാര്യമാണ് മന ഇട്ട് വെച്ച പൊൻപാത്രം. അങ്ങനെ പല സ്ഥലത്തും ഈ കാര്യങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും കാടയുടെ കാര്യം പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞ ഒരു സ്ഥലത്തും കാടയുടെ കാര്യമോ ഇറച്ചിയുടെ കാര്യമോ പറയുന്നില്ല. വളരെ കൃത്യമായിട്ട് മോശ വഴി അഹ്റോനോട് പറയുകയാണ്, അതായത് ഈ പൊഴിയപ്പെട്ട മന്ന ഒരിടങ്ങഴി എടുത്ത് സൂക്ഷിച്ചു വെക്കണം, അത് സാക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം. അതായത് സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് അത് പിന്നത്തേതിൽ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അത് പൊൻപാത്രത്തിൽ സൂക്ഷിക്കണം. അതിൻ്റെയൊക്കെ വിശദീകരണങ്ങളുണ്ട്. നമ്മളെ ടാബർനാക്കൽ സ്റ്റഡിയിൽ സൺഡേ മീറ്റിങ്ങിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുന്നമേ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അന്ന് അവരോട് പറഞ്ഞോ, 10 പറ കാടയെ പിടിച്ചതിൽ നിന്ന് 1 പറ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞോ? സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് വെക്കണമെന്ന് പറഞ്ഞോ? അതിൻ്റെ വാലും തലയും എന്തെങ്കിലും കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇവിടെ ഇരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. മനയെക്കുറിച്ച് വേറെ ഭാഗത്തൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതേസമയം കാട എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ല. ഇത് ദൈവമക്കൾ തിരിച്ചറിയണം. ഈ കാടയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വരേണ്ടത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളാണ്. വാത്സല്യ സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ 4-5 വാക്യത്തിൽ പറയുന്നത്? നിങ്ങൾ ഈ വൃക്ഷഫലം തിന്നാൽ മരിക്കുമൊന്നുമില്ലെന്നേ, മരിക്കില്ല നിശ്ചയം. നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കേണ്ടവരല്ല.
നിങ്ങളിങ്ങനെ ഈ പോവർട്ടി ഗോസ്പലോ പിന്നെ എന്നാ ഗോസ്പല അങ്ങനെ പല പല ഗോസ്പലൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമല്ല. നിങ്ങൾ പ്രോസ്പെറിറ്റിയിലേക്ക് വരണം, നിങ്ങൾ സമൃദ്ധിയിലേക്ക് വരണം. ഇവിടെ നടക്കുന്ന ഈ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിലേക്ക് കടന്നു വന്ന് നിങ്ങളൊരു ഒരു അനുഗ്രഹമായി മാറണം. കുമ്പനാടൊക്കെ 100 വർഷം മുമ്പ് ബെന്തിക്കോസുകാരുണ്ടായതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ ദാരിദ്ര്യ സുവിശേഷം പ്രസംഗിക്കുന്നവർ. ഞങ്ങളിതാ കോട്ടയത്ത് നിന്ന് വന്നിരിക്കുന്നു, നാഗമ്പടത്ത് നിന്ന് ഞങ്ങളിതാ കുമ്പനാട് വന്നിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, സമൃദ്ധിയുടെ സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളണം, നിങ്ങൾ ഏറ്റെടുക്കണം. അതാണ് യേശുക്രിസ്തുവിൻ്റെ പദ്ധതി. യേശുക്രിസ്തു ഈ ഭൂമി വന്നത് നമ്മെ സമ്പന്നന്മാരാക്കാൻ വേണ്ടിയല്ലേ, നമ്മെ പണക്കാരനാക്കാൻ വേണ്ടിയല്ലേ. അതൊക്കെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഇവന്മാർ പറയുന്നത്. അതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് എൻ്റെ സംശയം. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഇങ്ങനെ അവർ വചനം ചിന്തിക്കുന്നുണ്ടാവില്ല. അവർക്ക് ബോധിച്ച വചനങ്ങൾ എടുത്തു വെച്ചാണ് അവർ ആളുകളെ മറയ്ക്കുന്നത്. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിലൂടെ നമ്മൾ പറഞ്ഞത്. സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് ഞങ്ങൾ പ്രസംഗിച്ചു, നിങ്ങൾ കൈക്കൊണ്ടു, അതുകൊണ്ട് ജീവനായി പരിണമിച്ചു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല. നോക്കണം, ഇവരെല്ലാം പ്രസംഗിക്കുന്ന മനുഷ്യൻ്റെ വചനമാണ്. അതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത് മനുഷ്യൻ്റെ വചനമാണ്, അവരുടെ ജഡജ്ഞാനത്തിലാണ് ഇത് പറയുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് വേറെയാണ്. എന്തുകൊണ്ട് കാട ഇങ്ങനെ പറന്ന് നിന്നു, അതിനെ പിടിച്ചു ചിക്കി എന്നൊക്കെ പറയുന്നതിൻ്റെ തൊട്ട് താഴെ അത് തിന്നപ്പോൾ എല്ലിനിടയിലും പല്ലിനിടയിലും ഇരിക്കുമ്പോൾ ദൈവകോപം വന്നെന്നുള്ള കാര്യം പറയുന്നില്ല? അത് പറയണ്ടേ? അതുകൂടെ പറഞ്ഞാലല്ലേ അത് പൂർത്തിയാകുള്ളൂ സഹോദരങ്ങളെ. അത് പറയാത്തവനെല്ലാം കള്ളനും കവർച്ചക്കാരനുമാണ്. അവൻ സാത്താൻ്റെ ഏജൻ്റാണ്. അവൻ എത്ര ചോക്ലേറ്റ് കുട്ടപ്പനാണെങ്കിലും അവൻ സാത്താൻ്റെ ഏജൻ്റാണ്. കുറിച്ചു വെച്ചോണം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വഞ്ചിക്കപ്പെടരുത്. ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാരുടെ ആഗ്രഹം അതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തുറന്ന് പ്രസംഗിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും മനുഷ്യൻ്റെ പുറത്ത് കുതിര കയറുന്നതല്ല. വചനം വെച്ച് ജനത്തെ വഞ്ചിക്കുകയാണ്. വചനം വെച്ച് വഞ്ചിക്കുകയാണ്. തിന്നാൽ മരിക്കില്ല നിശ്ചയം എന്നൊക്കെയല്ലേ പറയുന്നത്. തോട്ടത്തിൽ അന്ന് വല്യമ്മച്ചി ഉപായത്തിൽ ചതിച്ചതുപോലെ സർപ്പം നിന്നെ ഉപായത്തിൽ ചതിക്കും. ക്രിസ്തുവിനോടുള്ള പറ്റുമാനം വിട്ട് രക്ഷയെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ട് ഈ സാരമില്ലാത്ത അപ്പം എന്നൊക്കെ പറയുന്ന ഒരു നിലയിലേക്ക് വരും. ഈ അടുത്തിടയ്ക്ക് ഈ ബിരുദൻ്റെ ഒരു അസിസ്റ്റൻ്റ് കൊട്ടാരക്കരക്കാരൻ പറയുകയാണ്, കുറേ ആൾക്കാർ നിത്യത എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അവർക്ക് എന്തു പറഞ്ഞാലും നിത്യതയാണെന്ന്. നിത്യതയുടെ പ്രസംഗമാണോ ഇപ്പോൾ വേണ്ടത്? മനുഷ്യൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ അവൻ്റെ വിഷയങ്ങളുടെ പരിഹാരമല്ലേ വേണ്ടതെന്നാണ് ബിരുദൻ ചോദിക്കുന്നത്. മനുഷ്യൻ്റെ വിഷയങ്ങളുടെ പരിഹാരമല്ല, അവൻ്റെ സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കുകയല്ലേ വേണ്ടെന്നാണ് പുള്ളി ചോദിക്കുന്നത്. ന്യായമായ ചോദ്യമല്ലേ അത്? ന്യായമായ ചോദ്യമാണ്. അത് കേൾക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുന്നത്? ശരിയാണല്ലോ, നിത്യതയൊക്കെ പിന്നത്തെ കാര്യമല്ലേ, ഇവിടെ ജീവിച്ച് തീർക്കണ്ടേ, അതിന് നമുക്ക് പല പല കാര്യങ്ങളും വേണ്ടേ എന്നൊക്കെയാണ് ജനം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഈ സാരമല്ലാത്ത പ്രസംഗമൊക്കെ ആർക്ക് കേൾക്കണമെന്നാണ്. ചില പ്രിയപ്പെട്ടവർ എന്നോട് പറയേ, ഈ പ്രസംഗമൊക്കെ ചിലർക്കൊക്കെ അയച്ചു കൊടുക്കും പാസ്റ്ററെ, പക്ഷേ ആളുകൾ പറയുന്നത് ഈ സാരമില്ലാത്ത പ്രസംഗം ആർക്ക് വേണമെന്നാണ് ചോദിക്കുന്നത്. അതേസമയം ഇവിടെ പറന്നു നിൽക്കുന്ന കാടയുടെ പ്രസംഗങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാനുണ്ട്. ഞങ്ങൾക്ക് അതൊക്കെ മതി. ഞങ്ങളതിന് ലൈക്ക് കൊടുക്കും, ഞങ്ങളതിന് പ്രൈസിലോട് അല്ലെലിയെ കൊടുക്കും, ഞങ്ങളതിന് പലതും കൊടുക്കും. അതാണ് ആളുകൾ പറയുന്നത്. അപ്പം ഞാൻ വാത്സല്യ സൗരങ്ങളോട് പറയാറുണ്ട്, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക, നിറപടിയായി സത്യവചനം പറയുക, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് തൻ്റെ ജനമായ ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നടത്തുന്നത് മന്ന കൊണ്ടാണ്. അതായത് ദൈവത്തിൻ്റെ ആലോചന കൊണ്ട് അവരെ നടത്തുകയാണ്. ആ ആലോചനയിൽ അവരെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുകയാണ്. ആ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്നവൻ പതറിപ്പോവില്ലെന്നേ, അവൻ താളടിയായി പോവില്ല. ആ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് കൊടുക്കുക, നടത്തിപ്പിന് കീഴ്പ്പെട്ട് കൊടുക്കുക, നിശ്ചയമായും അവനെ ലക്ഷ്യത്തിലെത്തിക്കും. അത് തന്നെയാണ് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയോടും പറയാനുള്ളത്. ദൈവഹിതം തിരിച്ചറിയുക, ദൈവഹിതം തിരിച്ചറിഞ്ഞ് തൻ്റെ വചനത്തിൽ ഉറ്റിരിക്കുക. നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി എന്നാണ്. നമ്മെ വിളിച്ചിരിക്കുന്ന ശിഷ്യത്വത്തിലേക്കാണ്, അല്ലാതെ ചുമ്മാ ആൾക്കൂട്ടത്തിൽ ഒരുവരെന്നുള്ള നിലയിലല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. ആൾക്കൂട്ടമല്ല നമ്മൾ, ശിഷ്യന്മാരുടെ ഒരു ഗണമല്ലേ നമ്മൾ. ആ ശിഷ്യത്വത്തിലൂടെയാണോ നമ്മൾ നടക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ടോ? നമ്മുടെ ഓരോ കൂടിവരവുകളും ഗൗരവമായ വചനധ്യാനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പോഷണമായി മാറുന്നുണ്ടോ? ചോദ്യങ്ങളാണതൊക്കെ.
കഴിഞ്ഞ വർഷം കേട്ടതുപോലെ തന്നെ ഇന്നും അങ്ങനെ തന്നെ ഇരിക്കുകയാണോ, അതോ മുൻപോട്ട് നിങ്ങൾ നീങ്ങുന്നുണ്ടോ, മാർച്ച് ചെയ്യുന്നുണ്ടോ? ആത്മീയത്തിൽ ഒരു ചൂടും കൂടെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ പോയില്ലെങ്കിൽ നമ്മൾ സമയം വേസ്റ്റാക്കുക കേട്ടോ. സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? നമ്മിൽ നിന്ന് വലിയ കാര്യങ്ങളാണ്, വൻ കാര്യങ്ങളാണ്. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഇറച്ചിക്കലങ്ങളുടെ കാര്യങ്ങളല്ല പറയേണ്ടത്. ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. ശേഷം മനുഷ്യരെ പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. വലിയ പദ്ധതിയുടെ ഭാഗമായി വിളിക്കപ്പെട്ടവരാണ്. വലിയ പദ്ധതിയുടെ ഭാഗമായി വിളിക്കപ്പെട്ടവരാണ്. അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചൊരു സമർപ്പണ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അതിനായി തൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ ഒരു ഒരുക്കം നമുക്ക് പൂർത്തീകരിക്കാം. കാഹളം തുനിക്കാൻ കാലമായി. അതുകൊണ്ട് സമർപ്പണത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.